മറ്റൊന്ന്, മഹാത്മാ അയ്യങ്കാളി ഈ കർഷക തൊഴിലാളി വിപ്ലവമൊന്നും അല്ല നടത്തിയത്. അദ്ദേഹത്തെ അങ്ങനെ പറയാറുണ്ട്. എന്താണ് കാർഷിക തൊഴിലാളി കാർഷിക പണിമുടക്ക് നടത്തുന്നത്? അങ്ങനെയല്ല. ഒരു സമരത്തെ നിർവചിക്കേണ്ടത് ആ സമരം ഏത് ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണെങ്കിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ലക്ഷ്യം കാർഷികമായിരുന്നില്ല. വിളകൾ, നെല്ല്, ചേന, കാച്ചിൽ, റബ്ബർ, ഇതിൻ്റെ ഒന്നും കാര്യമല്ല. കേരളത്തിലെ തൻ്റെ ജനതയ്ക്ക് തുല്യത കിട്ടണം, വിദ്യാഭ്യാസം കിട്ടണം, അവകാശങ്ങൾ കിട്ടണം. അപ്പോൾ ജനാധിപത്യപരമായ മാറ്റമാണ് മഹാത്മാ അയ്യങ്കാളി മുന്നോട്ട് വെച്ച വിപ്ലവത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ ആ വിപ്ലവത്തെ പേരിടേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് മഹാത്മാ അയ്യങ്കാളി നയിച്ചത് ഒരു വിദ്യാഭ്യാസ വിപ്ലവമോ അതുമല്ലെങ്കിൽ ഒരു ജനാധിപത്യ വിപ്ലവമാണ്. അതിനെ എങ്ങനെയാണ് കാർഷിക വിപ്ലവമാക്കുന്നത്? അതിന് ചേനയ്ക്ക് റബ്ബർ കർഷകർ, മലയോര കർഷകർ നടത്തിയ സമരം പോലെ അയ്യങ്കാളിക്ക് കാർഷിക സമരം നടത്തിയെന്നൊക്കെ പറയുന്നത് എത്ര വലിയ ബോധക്കേടാണ്, അജ്ഞതയാണ്. അത് തിരുത്തേണ്ടതുണ്ട്, തിരുത്തിയേ പറ്റൂ. അദ്ദേഹം നടത്തിയത് ജനാധിപത്യ വിപ്ലവമാണ്. മറ്റൊന്ന്, മഹാത്മാ അയ്യങ്കാളിയുടെ മൊത്തം പോരാട്ടത്തെ എടുക്കുമ്പോൾ കേരളീയമാണ്. വിദ്യാഭ്യാസത്തിലേക്ക് നമ്മളെ ആനയിക്കുന്നു, തുല്യതയിലേക്ക് നമ്മളെ ആനയിക്കുന്നു. കേരളത്തിൻ്റെ ചരിത്രം മാറുന്നത് അങ്ങനെയാണ്. അത് എവിടത്തോളം എത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സരസ്വതിയെ പൂജിച്ചല്ല ഞങ്ങൾ സ്കൂളിൽ കയറിയത്. അക്ഷരങ്ങൾക്ക് ദേവത ഉണ്ടായിരുന്നു, അവരെ സരസ്വതി എന്നാണ് വിളിച്ചത്. പക്ഷേ സരസ്വതിയെ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും നമുക്ക് അക്ഷരം പഠിക്കാൻ കഴിയുമായിരുന്നില്ല. സരസ്വതിയുടെ മുമ്പിൽ വിളക്ക് കൊളുത്തി വർഷാവർഷം ഇങ്ങനെ അരികൾ നിരത്തി പാത്രത്തിൽ അല്ലെ എവിടെയെങ്കിലുമൊക്കെ അരികൾ വിരിച്ച് അതിനകത്ത് ഹരി ശ്രീ എന്നെഴുതിയ കൂട്ടത്തിലൊന്നും നൂറ്റാണ്ടുകളോളം നമ്മുടെ കുട്ടികളെ അക്ഷരം പഠിപ്പിച്ചില്ല. നമ്മൾ അക്ഷരം പഠിച്ചത് ഇവിടെ മഹാത്മാ അയ്യങ്കാളി വന്നപ്പോഴാണ്. ഇന്ത്യയിലെ ദളിതർ ആദ്യം അക്ഷരം കുറിച്ചത് മഹാത്മാ ജ്യോതിബാ ഫൂലെയുടെ പത്നി മാതാ സാവിത്രിഭായ് ഫൂലെ ആദ്യമായി ഇന്ത്യയിലെ ദളിത് കുട്ടികൾക്ക് വേണ്ടി മഹാരാഷ്ട്രയിൽ സ്കൂൾ ആരംഭിച്ചപ്പോഴാണ്. അതുകൊണ്ട് അക്ഷരദേവത നമുക്ക് സരസ്വതിക്ക് സമാനമായി പറയണമെങ്കിൽ അത് മാതാ സാവിത്രിഭായ് ഫൂലെയാണ്. ഇവിടെ അക്ഷരങ്ങൾ നമ്മൾ കടപ്പെട്ടിരിക്കുന്ന അക്ഷരങ്ങളിലേക്ക് നമ്മളെ നയിച്ചത് മഹാത്മാ അയ്യങ്കാളിയുമാണ്. ഇവരെ രണ്ടുപേരെ അല്ലാതെ അക്ഷരങ്ങളുടെ പേരിൽ ഈ വരേണ്യരെയോ അവരുടെ ദൈവങ്ങളെ ഓർക്കേണ്ട ഉത്തരവാദിത്വമൊന്നും നമുക്കില്ല. അതുകൊണ്ട് സരസ്വതിയുടെ മുമ്പിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. പോണോ? പോകരുത്. അമ്പലങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടൊന്നും നമുക്കൊന്നും നേടാൻ സാധിക്കുകയില്ല. 1936 ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായി. നിങ്ങൾക്കറിയാമല്ലോ. മഹാത്മാ അയ്യങ്കാളി വെങ്ങാനൂരിൽ നിന്ന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ പഴയ കാലത്ത്. പക്ഷെ ആ അമ്പലം തുറന്നിട്ട് അയ്യങ്കാളി പോയോ? മഹാത്മാ അയ്യങ്കാളി പോയോ അമ്പലത്തിലോട്ട്? പോയില്ല. അയ്യങ്കാളി പോകാത്ത അമ്പലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളിലൂടെ സ്വാതന്ത്ര്യം നേടിയ ഏതെങ്കിലും പട്ടികജാതിക്കാരൻ അഭിമാനം ഉണ്ടെങ്കിൽ പോകാൻ പറ്റുമോ? അതാണ്. അഭിമാനം ഉണ്ടെങ്കിൽ, അയ്യങ്കാളിയെ ഓർക്കുമെങ്കിൽ, ഈ ചോരയിൽ സിരകളിൽ മഹാത്മാ അയ്യങ്കാളിയുടെ രക്തം പ്രവഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാഭിമാനിയായ ഒരു ദളിതന്, ഒരു ദളിതയ്ക്ക് നമുക്ക് നൂറ്റാണ്ടുകളോളം വിലക്കേർപ്പെടുത്തിയ വരേണ്യതയുടെ, അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ, അസമത്വത്തിൻ്റെ കേദാരങ്ങളായ അമ്പലങ്ങളിലേക്ക് അഭിമാനികളായ അയിത്തക്കാരന് പോകാൻ പറ്റില്ല. അത് നമ്മുടെ മുമ്പിൽ കൊട്ടിയടച്ചതാണ്. നമ്മളതിൻ്റെ ഭാഗമല്ല. അതുകൊണ്ടാണ് അമ്പലം തുറന്നപ്പോൾ മഹാത്മാ അയ്യങ്കാളി പോകാതിരുന്നത്. പിന്നെന്തിനാണ് അയ്യങ്കാളിയുടെ അണികൾ പോകുന്നത്? അമ്പലത്തിൽ എന്തെങ്കിലും കിട്ടിയാൽ അത് മതി എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയും. ഇത്രയും കാലം കിട്ടാതിരുന്നു, ഇത്രയും നാൾ തരാതിരുന്നു. അമ്പലം എപ്പോഴാണ് തുറന്നത്? അതാണ്. അമ്പലം എന്ന് പറയുന്നൊരു സംവിധാനത്തിൻ്റെ താഴെ അത് മൊത്തം അമ്പലം വിഴുങ്ങികളാരാ, വിഗ്രഹം വിഴുങ്ങികളാരാ, അത് അവരുടെ കാര്യമാണ്. അപ്പോൾ ഇത് മുഴുവൻ അവരുടെ സ്വത്തായി നിന്നൊരു കാലത്ത് നമുക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. നമ്മളെ വേണ്ടായിരുന്നു. നമ്മളെ വേണം എന്ന് തോന്നിയത് എപ്പോഴാണ്? അത് ആലോചിക്കണ്ടേ? അമ്പലത്തിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് അമ്പലം തുറന്നവർ എന്നാ അതിനു മുമ്പേ സ്കൂൾ തുറന്നു തന്നില്ലല്ലോ.
നമ്മൾ പണിയെടുത്ത, വിയർപ്പൊഴുക്കിയ, നമ്മൾ അധ്വാനിച്ച, നമ്മൾ സമ്പത്ത് വിളയിച്ച, നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ലേബർ, നൂറ്റാണ്ടുകളുള്ള നമ്മുടെ പിതാക്കന്മാർ പണിയെടുത്ത് 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 വിയർപ്പൊഴുക്കി പൊന്നാക്കി മാറ്റിയ പാടങ്ങൾ, പറമ്പുകൾ, ഈ ഭൂമികൾ, ഒരിഞ്ച് അത് നമുക്ക് എഴുതി തന്നോ? ഇന്നും നമുക്കുണ്ടോ ഭൂമി? ഏറ്റവും പുതിയ കണക്കെത്ര? കേരളത്തിലെ ശരാശരി മലയാളിയുടെ കൈവശ ഭൂമിയുടെ കണക്ക് 50 സെന്റ് മിനിമം. കേരളത്തിലെ പട്ടികജാതകന്റെ കയ്യിലുള്ള ഭൂമിയുടെ ശരാശരി കണക്ക് 1.5 സെന്റ് മുതൽ 3 സെന്റ് വരെ. അവന്റെ കയ്യിൽ 50 സെന്റ് മിനിമം. അത് മിനിമമാണ്. ഏക്കർ കണക്കിന് കണക്കില്ലാതെ ഭൂമി ഇരിക്കുന്ന, കൈവശം വെച്ചിരിക്കുന്ന സവർണ മേലാളന്മാർ ഇവിടെ ഉണ്ട്. അപ്പോ ഭൂമി നമുക്ക് തന്നില്ല, സ്കൂള് നമുക്ക് തുറന്നു തന്നില്ല, ഒരവകാശവും നമുക്ക് തന്നില്ല. അമ്പലം മാത്രം തുറന്നു തന്നു. എവിടെ വരെ? ശ്രീകോവിലിനകത്തോട്ടാണോ തുറന്നു തന്നത്? സ്വർണ്ണം ഇരിക്കുന്നിടം തുറന്നു തന്നോ? അത് ഇപ്പോഴും തുറക്കത്തില്ലല്ലോ. സ്വർണ്ണം ഇരിക്കുന്നിടത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. സ്വർണത്തിനിപ്പുറം അതിൻ്റെ ചുറ്റുമതിലിനകത്ത് പോലും നമുക്ക് പ്രവേശനമില്ല. പുറത്ത് പൈസ എറിഞ്ഞു കൊടുക്കാനും വേണേ കൈ കൊണ്ടിങ്ങനെ അങ്ങോട്ട് എഴുത്തയിലിട്ടാനും പറ്റുന്നിടം വരെ, വഞ്ചി വരെയാണ് നമ്മളെ കയറ്റിയത്. എന്തിനാണ്? അമ്പലവഞ്ചിയിൽ പൈസ ഇടാൻ വേണ്ടി അമ്പലവാതിൽ തുറന്നു തന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ്റെ ഹൃദയം നമുക്ക് തുറന്നു. ഹൃദയമൊക്കെ തുറക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. ഹൃദയം തുറക്കാൻ ശ്രമിച്ചാൽ ആരെങ്കിലും ഹൃദയത്തിൻ്റെ താക്കോൽ ഏതെങ്കിലും നല്ല സ്മാർട്ടായിട്ടുള്ള കർമ്മന്മാരായ സുന്ദരന്മാരോ കർമ്മികളായ സുന്ദരിമാരോ ഈ ജാതിപ്പെടാത്ത ഒരുത്തൻ്റെ ഹൃദയവാതിലും കാണും തുറന്ന് പ്രേമിച്ച് അവിടെ ചെന്നാൽ ദുരഭിമാനം കുറയാണ് സമ്മാനം. അവളെ കൊല്ലുകയല്ലേ ചെയ്യുന്നത്. ഹൃദയം ദേവാലയം എന്നൊക്കെ ഇവർ പാടുന്നത് ഇല്ലേ? ഹൃദയം ദേവാലയം. പാടിൻ്റെ നമ്മുടെ വേടൻ്റെ പാട്ടൊക്കെ വന്നപ്പോൾ അതൊക്കെ പോയി. ഇപ്പം ഹൃദയവും ദേവാലയവും അന്തപ്പുരവും ഒന്നും അല്ല, പുതിയ പാട്ടല്ലേ, വിപ്ലവത്തിൻ്റെ പാട്ടുകളാണ്. മറ്റതൊക്കെ കാലഹരണപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഹൃദയത്തിൽ ഈ താക്കോൽ ഒരിക്കലും അവർ തുറന്നില്ല. ഹൃദയം ഇങ്ങനെ മൂടി വച്ചിരിക്കുക. കല്യാണ പരസ്യത്തിനകത്ത് ഇപ്പോഴും അതേ ജാതിയിൽപ്പെട്ട സുന്ദരനും സുമുഖനും സുന്ദരിയും സുന്ദരനും ഒക്കെ ആളെ തിരയുന്ന കല്യാണ പരസ്യമാണ് വിദ്യാഭ്യാസമുള്ളത് നടത്തുന്നത്. പിന്നെ അമ്പലം മാത്രം എന്തിനു തുറന്നു? അതൊരു തട്ടിപ്പായിരുന്നു എന്നതാണ് പ്രശ്നം. ഒന്ന്, വരുമാനം. 2, ഈ അമ്പലം എന്നൊക്കെ പറയുന്ന ഒരു മതമാണ്, അമ്പലമതമാണ് ഹിന്ദു മതം എന്ന് പറയുന്നത് ആണ്. അപ്പൊ ഈ മതത്തിൻ്റെ അകത്ത് ആളെ കൂട്ടി നിർത്തിയാൽ ഞങ്ങൾ ഹിന്ദുക്കൾ കൂടുതലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരം ചോദിക്കാൻ പറ്റുകയുള്ളൂ. ആരോട്? അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരോട്. സാർ ഒരു ദേവി ഷാജൻ സാറാണ്, എറണാകുളത്തു നിന്നാണ് സാർ. BSNL ഉദ്യോഗസ്ഥനായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. വെൽക്കം സാർ. അപ്പോൾ ഞാൻ പറഞ്ഞത് അമ്പലങ്ങളാണ്. അമ്പലങ്ങളെ കേന്ദ്രീകരിച്ചുള്ള മതമാണ് ഹിന്ദു മതം എന്ന് പറയുന്നത്. ആ ഹിന്ദു മതത്തിലേക്ക് നമ്മളെ കൂടെ ഹിന്ദു എന്ന് വിളിക്കണമെന്ന് തോന്നിയത് എപ്പോഴാണ്? ചോദിക്കേണ്ടതുണ്ട് നമ്മൾ. പണ്ട് കാലത്ത് മറയ്ക്കാൻ പറ്റുമായിരുന്നില്ല, പിന്നെ എന്ത് ഹിന്ദു? നഗ്നത മറയ്ക്കാൻ നമുക്ക് കഴിയാത്ത കാലത്ത് അവരും നമ്മൾ ഒരു മതമാണെന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥവുമുണ്ടോ? അമ്പലങ്ങളിൽ കയറിയ തല്ലിക്കൊല്ലി ഇപ്പോഴും നിങ്ങൾക്കറിയില്ലേ? തമിഴ്നാട്ടിൽ, ഉത്തരേന്ത്യയിൽ ഇത് ഒരേ മതമെന്നല്ലേ പറയുന്നത്. കേരളത്തിലെ അമ്പലത്തിൽ പോയി പൈസ ഇട്ടച്ച് പട്ടികക്കാരനിഞ്ഞ് പോരണം, അത്രയേ ഉള്ളൂ കാര്യം. ഉത്തരേന്ത്യയിൽ ആ പൈസ ഇടാൻ പോയിട്ട് അതിൻ്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ തൊഴുതാൻ എത്ര ചെറുപ്പക്കാരെയാണ്, കൊച്ചു കുട്ടികളെയാണ്. അവർക്കറിയില്ല. അവരാരാധനയ്ക്ക് പോകുന്നതിൻ്റെ പേരിൽ അവനെ തല്ലിക്കൊല്ലുന്നു. അപ്പൊ എവിടെയാണ് ഈ തുല്യത എന്ന് പറയുന്നത്? അപ്പോ ഇത്രയേ ഉള്ളൂ കാര്യം. ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഈ ബ്രിട്ടീഷുകാർ പോകാൻ തീരുമാനിക്കുന്ന ഒരു കാലം 30കൾ. അവർ പോയാൽ വരുന്ന ഒരു വ്യവസ്ഥ ജനാധിപത്യമാണ്. ബ്രിട്ടീഷുകാർ പോയാൽ പകരം വരുന്നത് ജനാധിപത്യമാണ്. ആ പാർലമെന്ററി ജനാധിപത്യത്തെക്കുറിച്ചാണ് അന്ന് ചർച്ച നടക്കുന്നത്. പാർലമെന്ററി ജനാധിപത്യത്തിനകത്ത് ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടികളാണ് ഭരണം നടത്തുന്നത്. പാർട്ടികൾ എന്നതിനേക്കാൾ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ബാബാസാഹേബ് അംബേദ്കർ പറയുന്നത് മതഭൂരിപക്ഷമാണ്. പൊളിറ്റിക്കൽ മെജോറിറ്റി അല്ല ഇന്ത്യയിൽ ഒരിക്കലും ഉണ്ടായിരുന്നത്, ഇപ്പോഴും അങ്ങനെയല്ല. ഏതെങ്കിലുമൊക്കെ സംഘടിതമായ സ്ഥാപിതമായ സാമുദായിക താല്പര്യത്തോടൊപ്പം ആൾക്കാരെ നിർത്തുന്ന കമ്മ്യൂണൽ മെജോറിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചൊരു വിവക്ഷ എന്താണ്? ഒന്ന്, ബ്രിട്ടീഷ് ഇന്ത്യ. പ്രബലമായ ശക്തികൾ എന്താ? ഹിന്ദുക്കൾ പറയുന്നു, ഹിന്ദു ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. ഹൈന്ദവ ദേശീയതയൊക്കെ വരുന്ന അവിടെയാണ്. ഹിന്ദു ഒരു ദേശീയതയാണ്, അതൊരു സംസ്കാരമാണ് എന്ന് പറഞ്ഞ എന്തിനാ?
ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് നിർത്തിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഭരണം ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്ന ഒരു കാലമാണ്. അത് പൊതുവെ പറയാറുണ്ട്, പൊളിറ്റിക്സ് ഓഫ് ഇന്ത്യ ഹാസ് ബിക്കം എ മാറ്റർ ഓഫ് നമ്പേഴ്സ്. ഇന്ത്യയുടെ രാഷ്ട്രീയം എണ്ണത്തിന്റെ പ്രശ്നമായി മാറിയ ഒരു കാലം. അപ്പൊ കൂടുതൽ എണ്ണം ആർക്കൊപ്പമാണോ അവർക്ക് ഇന്ത്യ ഭരിക്കാം. അപ്പോൾ എണ്ണം എടുക്കുമ്പോൾ ബ്രാഹ്മണർ എത്രയുണ്ട്? 4-3 പേരേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ഇല്ലാത്തത് കൊണ്ട് ബ്രിട്ടീഷുകാർ പോയാൽ ഇന്ത്യ ബ്രാഹ്മണന് കിട്ടുമോ? ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എല്ലാം കൂടെ ചേർന്നാലും കൈപ്പിടിക്കാത്ത ഒതുങ്ങാവുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമാണ് അവർ. സവർണ ന്യൂനപക്ഷം 15% താഴെയാണ്. നേരെ മറിച്ച് അന്നത്തെ ദളിതരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ജനസംഖ്യയുടെ 7 ഇരട്ടിയാണ്. ഇന്ന് 300 ദശലക്ഷം ഉണ്ടെങ്കിൽ ആ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനസംഖ്യയാണ് ദളിതരുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. അത്രയും വലിയൊരു ജനം അമ്പലത്തിൽ കയറാൻ പറ്റാതെ പുറത്ത് നിൽക്കുക. അഹൈന്ദവരാണ്, അവർണരാണ്. അവർണരാണെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വർണ്ണത്തിന് പുറത്താണ്. അപ്പൊ ഈ വർണ്ണത്തിന് പുറത്തുള്ളവൻ എങ്ങനെയാണ്? വർണ്ണത്തിനകത്ത് പറഞ്ഞവന്റെ മതമാണ് ഹിന്ദുമതം. ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ വർണ്ണത്തിനകത്ത് പെട്ടവരുടെ, സവർണരുടെ മതമാണ് ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ. സവർണം എന്ന് പറഞ്ഞാൽ എന്താ? സ എന്ന് പറഞ്ഞാൽ അകത്ത്, വർണ്ണം, ഇതാണ് വർണ്ണം. ബ്രാഹ്മണൻ, 2 ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇത് 4 ഒന്നിച്ച് നിൽക്കുന്നവരാണ്. ഇതാണ് സവർണൻ, വർണ്ണത്തിൽപ്പെട്ടവൻ. ഇത് പഞ്ചമൻ, വർണ്ണത്തിന് പുറത്തുള്ളവൻ. വർണ്ണബാഹ്യൻ, പഞ്ചമൻ, 5ാം ജാതിക്കാരൻ. അപ്പൊ നമ്മൾ വർണ്ണത്തിലില്ല. ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയപ്പോൾ നമ്മളതിൽ പെട്ടില്ല. ബ്രഹ്മാവ് സരയൂ നദിയുടെ തീരത്ത് നിന്ന് മുഖത്തൂന്ന് ബ്രാഹ്മണനെ, മുഖമാണല്ലോ നമ്മളെപ്പോഴും കണ്ണാടി നോക്കുന്നതും വലിയ പ്രാധാന്യമുള്ളത്. ഒരാളുടെ അടയാളത്തിന് കാല് കണ്ടാൽ പോരല്ലോ, മുഖമാണ്. അപ്പൊ മുഖം വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് അവിടുന്ന് വന്നവനാണ്. ഇമ്പോർട്ടൻസ് മുഖത്തുനിന്ന് വന്നവൻ. അവിടെയാണ് പൗഡർ ഇടുന്നത്, മിനുക്കുന്നത്, കോസ്മെറ്റിക്സ്. അപ്പൊ അതാണ്. അതുകൊണ്ട് ബ്രഹ്മാവിന്റെ ഈ മുഖത്തുനിന്ന് ബ്രാഹ്മണൻ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് അവന് വലിയ സ്ഥാനം. പൂജാരി പണിയെടുക്കണ്ട, വിയർപ്പൊഴുക്കണ്ട, ഇങ്ങോട്ട് മേടിച്ചാൽ മാത്രം മതി. കൈ നീട്ടുകയാണ്, അങ്ങോട്ട് കൊടുക്കുന്ന പണിയില്ല, മേടിക്കുക മാത്രം. ദക്ഷിണ, ഇതാണ് ബ്രാഹ്മണൻ്റെ പണിയെടുക്കാതെ ജീവിക്കുക. മനുസ്മൃതി പറഞ്ഞിട്ടുണ്ട്, ഈ ജന്മം കൊണ്ട് ലോകത്തെ എല്ലാ സമ്പത്തിൻ്റെയും ഉടമയാണ് ബ്രാഹ്മണൻ. മനുസ്മൃതി 10ാം അധ്യായം. അതാണ്. രണ്ടാമത്തവൻ എന്താ? ഈ കൈ നമ്മൾ അഭ്യാസം നടത്തുന്ന ഭാഗമാണ്. അവിടെ നിന്ന് വന്ന ക്ഷത്രിയൻ, അവന് യുദ്ധം ചെയ്ത പണി, രാജാവ്, യുദ്ധം, അതൊക്കെയാണ് ക്ഷത്രിയൻ്റെ. 3ാമത്തെ ജാതിക്കാരനാണ് ബ്രഹ്മാവിൻ്റെ ഉൽപാദന ഭാഗത്തു നിന്ന് വന്ന ആളെന്ന നിലയിൽ വൈശ്യൻ. പൂക്കള് ആ ഭാഗത്തു നിന്നൊക്കെ വന്നു, എൻ്റെ പുറത്തോടെ നിന്നൊക്കെ വന്നു വൈശ്യൻ. അവൻ്റെ പണി കച്ചവടം. പാദത്തിൽ നിന്ന് വന്നവനാണ് ശൂദ്രൻ. അന്ന് ചാതുർവർണ്ണി, നിനക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ 4 വർണ്ണമേ ഉള്ളൂ. 4 വർണ്ണം കഴിഞ്ഞാൽ പിന്നെ കാല് കഴിഞ്ഞാൽ അവയവില്ലാത്തതുകൊണ്ട് സൃഷ്ടി അവിടെ നിർത്തി ബ്രഹ്മാവ്. അപ്പൊ ഇത് 4-നകത്ത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രനെ വന്നുള്ളൂ. നായർ വരെ. ശൂദ്രൻ വെച്ചാൽ നായരാണ്. ഈ നായർ താഴെയുള്ള ഈഴവൻ, ആശാരി, മൂശാരി, തട്ടാൻ, പുലയൻ, പറയൻ, ഇവരൊന്നും ബ്രഹ്മാവിന്റെ പാദത്തിൽ നിന്ന് പോലും വന്നവരല്ല. അപ്പൊ ബ്രഹ്മാവ് എന്ന് പറയുന്നത് ഹിന്ദുമത പുരാണത്തിലെ സൃഷ്ടിയുടെ ആളാണ്, ഇല്ലേ? സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ അതിനകത്ത് ബ്രഹ്മാവ് സൃഷ്ടിയുടെ ആളാ. ഈ ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയപ്പോ സൃഷ്ടിക്കകത്ത് ജനാധിപത്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും സൃഷ്ടിച്ചില്ല, മനസ്സിലായോ? എല്ലാവരും പള്ളിക്കൂടത്തിക്കകത്ത് പറയുന്നത് സൃഷ്ടിക്കകത്ത് ജനാധിപത്യം ചോദിക്കരുത്. അതുകൊണ്ട് സൃഷ്ടിയിൽ നമ്മളില്ല. അപ്പോ ഹിന്ദുമതപ്രകാരം പുലയനും പറയനും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ? ദൈവം സൃഷ്ടിച്ചോ? ഹിന്ദുമതപ്രകാരം നമ്മൾ ജനിച്ചിട്ടില്ല. ഹിന്ദുമതപ്രകാരം നമ്മളെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ ദൈവം സൃഷ്ടിച്ച ആൾക്കാർക്കൊപ്പം ദൈവത്താൽ സൃഷ്ടിക്കപ്പെടാത്ത നമ്മൾക്ക് തുല്യത വേണോ? തുല്യത തരാൻ പാടല്ലോ. അതന്നെ പ്രശ്നം. നമ്മൾ ദൈവ സൃഷ്ടിയല്ല. എങ്ങനെ ഉണ്ടായി? പലതുമാ പറയുന്നത്. സ്വർഗത്തിലെ കാമധേനു, അവിടെ പശുക്കളുണ്ടെന്നാണ് പറയുന്നത്. അവിടെയാണ് കുറച്ച് പേര് താമസിക്കുന്നത്. അപ്പോൾ ആ സ്വർഗത്തിലെ കാമധേനു മഴ വർഷിക്കുന്ന പോലെ ചാണകം വർഷിച്ചു ഭൂമിയിലേക്ക്. ഭൂമിയിൽ വീണ ചാണകത്തിനകത്ത് പുഴുക്കളുണ്ടായി. ആ പുഴുക്കൾ വമിച്ചിട്ട് അതിൽ നിന്നുണ്ടായ സന്തതി പരമ്പരകളാണ് പോലും ഇവിടുത്തെ അവർണ ജാതിക്കാർ. പിന്നെ അവർക്ക് പിന്നെ അവകാശങ്ങളൊന്നും കൊടുക്കണ്ടല്ലോ, അങ്ങനെയാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഈ അവയവത്തിൽ നിന്ന് പോലും വരാത്ത നമ്മളെ പിന്നെ എന്തിനാണ് അമ്പലത്തിൽ കയറ്റാൻ അവർ പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം നടത്താൻ ഗാന്ധി ഇങ്ങനെ ഗുജറാത്തിൽ നിന്ന് ചാടി കേരളത്തിൽ വന്നത്, ഇട്ടംതുരുത്തി മനയെ വന്നതൊക്കെ വലിയ കഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അപ്പോൾ പ്രശ്നം അത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് ഹിന്ദുമതപ്രകാരം നമ്മൾ ജനിച്ചിട്ടില്ല, നമ്മൾ നേരെ ജനിച്ചവരാണ്.
ബ്രഹ്മാവെന്ന് പറയുന്ന ഒരു പുരുഷനാണ് അല്ലേ? ഒരു പുരുഷൻ്റെ വേണ്ടാത്ത ഭാഗങ്ങളിൽ നിന്നൊക്കെ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു മോശപ്പെട്ട കാര്യമാണ്. അതും ഗർഭാശയത്തിൽ നിന്നാന്ന് പറഞ്ഞാൽ അതിന് അന്തസ്സുണ്ട്. അതാണല്ലോ ഒരു അമ്മയുടെ മാതൃത്വം, ഗർഭാശയം, സൃഷ്ടി, കുട്ടി, അതിനൊരു സംഭവമുണ്ട്. അതിലാണ് നമ്മുടെയൊക്കെ മഹത്വം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരു പുരുഷൻ്റെ മോന്തായത്തിൽ നിന്നൊക്കെ ഒരാൾ വന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു തമാശയാണെന്ന് പറയുന്നത്. ബ്രഹ്മാവിൻ്റെ വായ്ക്കകത്തും മുഖത്തിനകത്തും ഒക്കെ ഒരു ഗർഭാശയം തിരികെ വെച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു മോശപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് മഹാത്മാ ഫൂലെ പറഞ്ഞത് ഈ സൃഷ്ടിക്ക് ഒരു മഹത്വവുമില്ല. കാരണം ബ്രഹ്മാവിൻ്റെ സൃഷ്ടി മുഖത്തൂന്നൊരുത്തം പറവിയെടുത്തിരുന്നുവെങ്കിൽ ബ്രഹ്മാവിൻ്റെ മുഖത്ത്, അതിൻ്റെ അകത്ത് ഒരു ഗർഭാശയം ഉണ്ടായിരുന്നിരിക്കണം. രണ്ട്, നെഞ്ചത്ത് ഒരു പുരുഷനായ ബ്രഹ്മാവിൻ്റെ നെഞ്ചത്തൂന്നും പിന്നെ ഒരു സൃഷ്ടി ഉണ്ടായെങ്കിൽ ആ നെഞ്ചിനകത്തും രണ്ടാമതൊരു ഗർഭാശയം വെച്ചിരിക്കണം. ആരാ? ഫൂലെ പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറയുന്നത്. മഹാത്മാ ഫൂലെ, ബാബാ സാഹിബിൻ്റെ ഗുരു. പുക്കിളിൻ്റെ ഭാഗത്തുനിന്ന്, പുരുഷൻ്റെ നാഭിയുടെ ഭാഗത്തുനിന്ന് ഒരു സൃഷ്ടി നടന്നിരുന്നെങ്കിൽ മൂന്നാമതൊരു ഗർഭാശയം അയാൾക്ക് അവിടെയും വെച്ചിരിക്കണം. പാദത്തിലും ഒരു ഗർഭാശയം തിരികെ 4 ഗർഭാശയങ്ങൾ കൊണ്ടു നടന്നൊരു പുരുഷൻ്റെ ഈ 4 സ്ഥാനങ്ങളിൽ കുട്ടികൾ പറന്നുവെങ്കിൽ ആ 4 ഭാഗത്തും കുട്ടി വരുന്നതിന് മുമ്പ് സംഭവിക്കേണ്ട സ്വാഭാവികമായ മാലിന്യങ്ങളുടെ ഒഴുക്കൽ അല്ലെങ്കിൽ പ്രവാഹം നടന്നിരിക്കണം. എത്ര മോശമായ മേച്ഛമായ കാര്യം. ഗർഭാശയം നടക്കുമ്പോൾ അതിന് ശുദ്ധിയും വിശുദ്ധിയും അതിന് മാസത്തോട് നടക്കേണ്ട പ്രക്രിയകളും ഒക്കെ ഈ ബ്രഹ്മാവിൻ്റെ മുഖത്തും നടന്നിരിക്കണം, നെഞ്ചിലും നടന്നിരിക്കണം, പാദത്തിലും നടന്നിരിക്കണം. അതിൻ്റെ അകത്തുനിന്നൊക്കെ ഇറങ്ങി വന്നവന്മാർക്ക് എന്ത് പുണ്യമെന്നാണ് ഫൂലെ ചോദിക്കുന്നത്. ക്ഷമിക്കണേ, പറയാതിരിക്കാൻ പറ്റില്ല. ഫൂലെയുടെ വാക്കുകളാണ്. തീർന്നല്ലോ. ഈ ശുദ്ധി എന്ന് പറയുന്നത് അവർക്കാണോ ഉള്ളത്, നമുക്കാണോ ഉള്ളത്? ആരാണ് ശുദ്ധര് എന്ന് ചോദിച്ചാൽ അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അവിടെ നിന്നൊന്നും വരാത്തത് തന്നെ നല്ലത്. അതാണ്. അപ്പം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യം? ഇങ്ങനെയാണ് ഫൂലെ അതിനെ കണ്ടത്. അതുകൊണ്ടാണ് അയ്യങ്കാളിയുടെ പട്ടി പോലും ആ അമ്പലം തുറന്നപ്പോൾ തിരിഞ്ഞു നോക്കാതിരുന്നു. ബാബാ സാഹേബ് അംബേദ്കർ നമ്മോട് എന്ത് പറഞ്ഞു? ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പോകരുത്, ഹൈന്ദവ ദൈവങ്ങളെ ആരാധിക്കരുത്. കാരണം നമ്മൾ ഹിന്ദുക്കളല്ല. ഹിന്ദു മതപ്രകാരം നമ്മൾ ജനിച്ചിട്ടേ ഇല്ലെങ്കിൽ നമ്മൾ ഹിന്ദുക്കളല്ല. അതാണ്, നമ്മൾ അവർണരാണ്. ഡോക്ടർ അംബേദ്കർ പറഞ്ഞു പുറംജാതിക്കാരാണ്. ജാതി എന്ന് പറയുന്ന വർണ്ണത്തിൽ നിന്നാണ് ഉണ്ടായത്, ചാതുർവർണ്ണത്തിൽ നിന്നാണ് ജാതി ഉണ്ടായത്. അപ്പോൾ നമുക്ക് ജാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ വർണ്ണത്തിൽ നിന്നല്ല. അപ്പം നമുക്ക് വർണ്ണമില്ല, നമുക്ക് ജാതിയില്ല. ജാതി വ്യവസ്ഥയിൽ വിശ്വസിക്കാത്ത, ജാതി വ്യവസ്ഥ അംഗീകരിക്കാത്ത, മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിച്ച ഒരു മാനവിക സമൂഹത്തിൻ്റെ പേരാണ് ദളിതർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ജാതിരഹിതരാണ്, ജാതി വിരുദ്ധരാണ്, ജാതിരഹിതരാണ്. എത്ര അഭിമാനമുള്ള കാര്യമാണ്. ഇനി അവർണരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? നമ്മൾ മാത്രമേ ഉള്ളൂ. ബ്രഹ്മാവ് സൃഷ്ടിക്കാത്ത മനുഷ്യരാരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ലോകത്തൊരു കണക്കെടുപ്പ് നടത്തിയാൽ റഷ്യക്കാരെ ബ്രഹ്മാവ് ഉണ്ടാക്കിയതാണ്. ചൈനക്കാർ, റഷ്യക്കാർ, കൊറിയൻകാർ, അമേരിക്കക്കാർ, ബ്രിട്ടീഷുകാർ, ഈ ആഫ്രിക്ക, ആഗോള ജനത, അറബ്, ഇവരാരും ഇയാളുടെ കാലത്തൊന്നും വന്നവരല്ല. അപ്പം നമ്മൾ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാ, ഇതിനകത്ത് പെട്ടവരല്ല. ഏതാ നല്ലത്? ഏത് ചോയ്സ്? രണ്ടും തമ്മിൽ ഏത് വേണം? ഈ ലോകത്തൊട്ടുകൊള്ള ലോക ജനത ശരിയായ പ്രകൃതിയിൽ നിന്ന് സൃഷ്ടിയുടെ മാർഗത്തിലൂടെ ശരിയായ ജനിച്ച നല്ല പരിപൂർണരായ സമഗ്രരായ മാനവികതയുടെ ഭാഗമാണ് നിങ്ങൾ എന്ന് പറയാനാണോ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? അതാ ഞാൻ മുമ്പേ പറഞ്ഞെടുത്തു നിന്നൊക്കെ വന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് പറയാനാണ്? തീരുമാനിക്കുക, സ്വയം തീരുമാനിക്കുക. അതുകൊണ്ട് വി ആർ നോട്ട് ഹിന്ദുസ്. ബാബാ സാഹേബ് പറഞ്ഞൊരു കാര്യം, 1-ാം വാല്യം അംബേദ്കറുടെ വാക്യമാണ്, 144-ാമത്തെ പേജ്, സോഴ്സ് മെറ്റീരിയൽ എന്ന് പറയുന്ന ബാബാ സാഹേബ് അംബേദ്കറുടെ പുസ്തകമാണ്, മഹാരാഷ്ട്ര ഗവൺമെൻറ് ഇറക്കിയ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം പ്രസക്തമായതുകൊണ്ട് ആ വാചകം അതുപോലെ ഞാൻ വായിക്കുകയാണ്. ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുന്നതും ഹൈന്ദവ ആഘോഷങ്ങൾ കൊണ്ടാടുന്നതും ഹിന്ദുക്കളുടെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും നിങ്ങൾ അവസാനിപ്പിക്കണം. ബാബാ സാഹേബ് പറഞ്ഞ കാര്യമാണ്, കുറിച്ചു വെച്ചോളൂ. ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുന്നതും ഹൈന്ദവ ആഘോഷങ്ങൾ കൊണ്ടാടുന്നതും ഹിന്ദുക്കളുടെ പുണ്യസ്ഥലങ്ങൾ, അമ്പലങ്ങൾ സന്ദർശിക്കുന്നതും നിങ്ങൾ അവസാനിപ്പിക്കണം. നമ്മുടെ വിമോചകനായ ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ നേതാവ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞ കാര്യം ഇത്. യേശു പറഞ്ഞത് ക്രിസ്ത്യാനികൾ അനുസരിക്കും, മുഹമ്മദ് നബി പറഞ്ഞത് മുസ്ലിങ്ങൾ അനുസരിക്കും, അവൻ്റെ രാമനും കൃഷ്ണനും പറഞ്ഞ് അവൻ അനുസരിച്ചോട്ടെ. നമ്മുടെ ബാബാ സാഹേബ് പറഞ്ഞത് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണോ? ആണോ? ആണെന്ന് ചിന്തിക്കുന്നവർ കൈപൊക്കി. ആരുമില്ലല്ലോ. അല്ലാത്തവർ കൈ പൊങ്ങുന്നില്ലേ?
ബാബാസാഹു പറഞ്ഞതാണ് നമുക്ക് അനുസരിക്കുക. നമ്മൾ ബാധ്യസ്ഥര. നമുക്കിതൊക്കെ കിട്ടിയത്, ഈ ഭരണഘടന, ഈ അവകാശം, ഇത് പൊരുതി വാങ്ങി തന്നത് ആരാ? ആ മനുഷ്യൻ പറഞ്ഞതല്ലേ നമ്മൾ അനുസരിക്കേണ്ടത്. ഇത് ആരുടെയാണ് ഈ പേന? അറിയാവോ നിങ്ങൾക്ക്? എൻ്റെതല്ല. ആരുടേതാണ് ഈ ഷർട്ട്? എൻ്റെതല്ല. പാൻസ്. അംബേദ്കർ ഇല്ലായിരുന്നുവെങ്കിൽ, അയ്യങ്കാളി ഇല്ലായിരുന്നുവെങ്കിൽ ഈ പേന എനിക്കിവിടെ കുത്താൻ പറ്റുമായിരുന്നില്ല. അയ്യങ്കാളി, അംബേദ്കറും വൈകയിലപ്പച്ചൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഈ കറുത്ത ശരീരത്തിൻ്റെ മേൽ ഈ വസ്ത്രമണിത് ഇങ്ങനെ ഇട്ട് നടക്കാൻ എനിക്ക് പറ്റുമായിരുന്നില്ല. പറ്റുമോ? ഷൂസ് ധരിക്കാൻ പറ്റുമോ? മെതിയടി പോലും ധരിക്കാൻ പറ്റുമായിരുന്നില്ലല്ലോ. അതാ വേറൊരു കാര്യം. അപ്പം ഇത് എന്നെ പുതപ്പിച്ചത്, എൻ്റെ പേന വെച്ച് തന്നത്, ഇത് വായിക്കാനുള്ള അറിവ് എനിക്ക് തന്നത് എൻ്റെ വിപ്ലവകാരികളായ നായകന്മാരാണ്, എൻ്റെ വിമോചകനാണ്, മഹാത്മാ അയ്യങ്കാളിയാണ്, ബാബാസാഹു അംബേദ്കറാണ്. അതുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ടതാണ് ഈ പേന. ദിസ് പെൻ ഈസ് ബിലോങ് ടു അംബേദ്കർ, ദിസ് പെൻ ബിലോങ് ടു അയ്യങ്കാളി. ഇത് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ഈ പഠിച്ച അക്ഷരം, ഈ അറിവ്, ഈ വചനം, അത് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞു തരേണ്ടത് ആരാണ്? ഒരു സവർണനുമല്ല, ഒരു ഗാന്ധിയുമല്ല, ഒരു EMS അല്ല. മഹാനായ ബാബാസാഹു അംബേദ്കറാണ്, മഹാത്മാ അയ്യങ്കാളിയാണ്. അവർ പറഞ്ഞത് ചെയ്യാനാണ് എനിക്ക് അക്ഷരം പറഞ്ഞു തന്നത്, എൻ്റെ അറിവിന് വേണ്ടി പൊരുതിയത്. എൻ്റെ അവകാശങ്ങൾക്ക് ബ്രിട്ടീഷുകാരോട്, ഈ രാജ്യത്തെ സവർണ വാഴ്ചയോട് ബാബാസാഹു അംബേദ്കർ പോരാടി വാങ്ങിയതാണ്. പൊരുതി വാങ്ങിയ ഈ സ്വാതന്ത്ര്യം സൗജന്യമല്ല, ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ അറിവിന്, നമ്മുടെ അക്ഷരങ്ങൾക്ക്, ഈ പേനയ്ക്ക്, നമ്മുടെ ജീവിതത്തിന് വളരെ കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ഈ അനീതികൾക്കെതിരെ നമ്മുടെ പൂർവികർ കാണിച്ചതുപോലെ ജാതി വ്യവസ്ഥ തകർത്ത് ബ്രാഹ്മണ്യത്തെ തോൽപ്പിച്ച് ഇന്ത്യയുടെ ജനാധിപത്യം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ ബാബാസാഹുവിൻ്റെയും മഹാത്മാ അയ്യങ്കാളിയുടെ പാത പിന്തുടർന്ന് സംഘടിച്ച് പോരാട്ടങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്ന ചരിത്രപരമായ ദൗത്യം, ആ ദൗത്യം ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ അംബേദ്കറൈറ്റുകളാകുന്നത്. ആ ദൗത്യത്തെക്കുറിച്ച് ബോധമുള്ളവരാകുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്, നമ്മുടെ ജീവിതത്തിന് വളരെ കൃത്യമായ മഹത്വമുണ്ട്. അതുകൊണ്ട് ബാബാസാഹു പറഞ്ഞ മറ്റൊരു വാചകം, കഴുത്തിൽ തുളസിമാല ധരിച്ചതുകൊണ്ട് ജന്മിമാരുടെ ചൂഷണത്തിൽ നിന്നും നിങ്ങൾ മോചിതരാകുന്നില്ല. രാമനാമം ജപിച്ചതുകൊണ്ട് കുടുംബ ബാധ്യതകളിൽ നിന്ന് വിടുതലുണ്ടാകുന്നില്ല. പാണ്ഡരീപുരത്തേക്ക് തീർത്ഥയാത്ര നടത്തിയതുകൊണ്ടും മാസാമാസം ആരും നിങ്ങൾക്ക് ശമ്പളം തരികയില്ല. പണമില്ലാതെ ഭക്ഷണമോ വസ്ത്രങ്ങളോ കുട്ടികൾക്ക് വിദ്യാഭ്യാസമോ വൈദ്യസഹായമോ ലഭിക്കുകയില്ല. അതിനാൽ രാഷ്ട്രീയ അധികാരമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം, ഭൗതിക പുരോഗതിക്കായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് അധികാരം വേണം. രണ്ട്, നമുക്ക് ജീവിതത്തിൽ സമ്പത്ത് വേണം, പുരോഗതി വേണം, ഭൗതിക പുരോഗതി കൈവരിക്കണം, വിഭവങ്ങൾ വേണം. വേറൊന്നും അല്ല ലക്ഷ്യം. ഉടലോടെ സ്വർഗത്തിൽ പോവുകയൊന്നും അല്ല ലക്ഷ്യം. അതൊക്കെ അവിടെ പിന്നത്തെ കാര്യം. ആരെങ്കിലും സ്വർഗത്തിൽ പോയവർ വന്ന് അവിടെയൊക്കെ എങ്ങനെയാണെന്ന് ഫോട്ടോ ഒക്കെ കാണിച്ചാൽ നമുക്ക് അപ്പം ആലോചിക്കാം, ഫോണോ വേണ്ടെന്നൊക്കെ ഉള്ളത്. അല്ലെ വീഡിയോ ക്യാമറയിൽ വന്ന് കാണിച്ചാൽ മതി. സ്വർഗത്തിരിക്കുന്ന ആരെങ്കിലും മൊബൈലിലൂടെ ഒരു വീഡിയോ കോൾ വിളിച്ചിട്ട് സ്വർഗം ഇങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തന്നിട്ട് വീഡിയോ കണ്ടിട്ട് ഒക്കെ അങ്ങോട്ട് ടിക്കറ്റ് എടുക്കുന്ന കാര്യമൊക്കെ ആലോചിക്കും. ഇപ്പം ഈ ലോകത്ത് ഇവിടെ ജീവിക്കുന്ന കാര്യം, ഇവിടെ തുല്യത വേണം, ഇവിടെ അന്തസ്സ് വേണം, നമ്മുടെ കുട്ടികൾക്ക് ഭാവി വേണം. ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ. മറ്റതിപ്പോൾ വരാൻ പോകുന്ന കാര്യമല്ലേ, അത് അവിടെ ഇരിക്കട്ടെ എന്തായാലും. അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യം വേണം. വി ആർ നോട്ട് ഹിന്ദുസ്. ബാബാസ് പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്, നമ്മുടെ ശത്രുക്കളെ ആരാധിക്കുന്ന ദൈവങ്ങളെ ആരാധിക്കുവോളം നമുക്ക് മോചനം കിട്ടത്തില്ല. നമ്മളെ അടിച്ചമർത്തിയവൻ ആരാധിക്കുന്നതൊക്കെയും ആരാധിച്ചാൽ നമുക്കൊരിക്കലും മോചനം കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മളെ അടിച്ചമർത്തിയ മർദ്ദകന്റെ ദൈവികതയെ തള്ളിക്കളയണം. നമ്മളെ അടിച്ചമർത്തിയ മേലാളന്റെ മതത്തെ നമ്മൾ നിരാകരിക്കണം. ഇപ്പം എന്ത് വേണം? വി ആർ നോട്ട് ഹിന്ദുസ് എന്ന് തീരുമാനിക്കണം. നമ്മൾ ഹിന്ദുക്കളല്ല. അതാ ബാബാസാഹു അംബേദ്കർ ബ്രിട്ടീഷുകാരോട് പറഞ്ഞത്, ഞങ്ങൾ ഇന്ത്യയിലെ ദലിതുകൾ ഹിന്ദുക്കളല്ല, വി ആർ നോട്ട് ഹിന്ദുസ്. നമ്മൾ ഹിന്ദുസ് അല്ല. പിന്നെ ആരാ നമ്മൾ? അത് നമ്മൾ പഠിക്കണം. വി ആർ നോട്ട് ഹിന്ദുസ്, വി ആർ മുന്ദുസ്. ഹിന്ദുവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, മനസ്സിലായില്ലേ? ഹിന്ദുവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ, അല്ല ഹിന്ദു അല്ല. അതുകൊണ്ട് ഹിന്ദുത്വം ഉപേക്ഷിക്കണമെന്ന് ബാബാസാഹു പറയുകയും അദ്ദേഹം ലക്ഷക്കണക്കിന് ആൾക്കാരുമായി ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തു. കേരളത്തിൽ അതിന് മുമ്പേ നമ്മുടെ ആൾക്കാർ കുറച്ച് പേര് ക്രിസ്തുമതത്തിലേക്ക് പോയി. അത് ദളിത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് പോയി? നമ്മളെ ഒന്ന് വിട്ട് ഒന്നിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ മിക്കവാറും നിങ്ങൾ ഈ KSRTC പോയി എന്നുകൊണ്ട് അറിയാം. ചില വണ്ടി ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ നമ്മൾ ഇറങ്ങി ഓടുന്ന വണ്ടി കയറും, ഇല്ലേ? നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പോരാ, സ്പീഡ് പോരാൻ തോന്നിക്കഴിഞ്ഞാൽ ഓർഡിനറി ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ എന്ത് ചെയ്യും? ഫാസ്റ്റ് പാസഞ്ചറിലും സൂപ്പർ ഫാസ്റ്റിലും ഒക്കെ കയറും. എന്ന് പറയുന്നത് ഹിന്ദു ആണെന്നൊക്കെ കരുതിയെടുത്തു എന്ന് ഇറങ്ങി ആൾക്കാർ പോയി.
വേറെ മാർഗങ്ങൾ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? വേറൊരു മാർഗം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല മാർഗം കൂടിയത്. പകരം ഇത് നമ്മുടേതല്ല എന്ന് തോന്നി. ഇതിനകത്ത് സ്വാതന്ത്ര്യമില്ല, സമത്വമില്ല, നീതിയില്ല, അത് ഉപേക്ഷിച്ചു. അങ്ങനെ പോയവൻ ക്രിസ്ത്യാനിയായി. രക്ഷപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചാൽ കുറച്ചൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഒന്നും അല്ലെങ്കിൽ ചട്ട ധരിച്ചല്ലോ. കേരളത്തിൽ ആദ്യം ക്രിസ്തുമതത്തിലേക്ക് പോയ ആൾക്കാരാണ് ഒരുപക്ഷെ ഈ മാറുമറച്ചത്. മുലമാറാപ്പ് ലഹള നിങ്ങൾക്കറിയാം, ചാന്നാർ ലഹള അറിയാം. നാടാർ സ്ത്രീകളാണ് ആദ്യം ആ കൽക്കുളം ഭാഗത്ത് അവർ തമിഴ്നാടുമായിട്ടുള്ള സ്ഥലത്ത് ആദ്യമായി ക്രിസ്ത്യൻ മിഷണർമാർ വന്നു. അവർ ഇപ്പോഴത്തെ സുറിയാനി ക്രിസ്ത്യാനികൾ ജാതി കൊണ്ടു നടക്കുന്നവരാണ്. പക്ഷേ ക്രൈസ്തവ മിഷണർമാർ വന്നപ്പോൾ അവർ കൊണ്ടുവന്ന ചില മാറ്റങ്ങളുണ്ട്, അവർ കൊണ്ടുവന്ന തുല്യതയുണ്ട്. ഒരുപക്ഷെ ആദ്യം നമ്മുടെ ആൾക്കാർ ഒരുപക്ഷെ തിരുവിതാംകൂറിൽ അക്ഷരം പഠിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ബൈബിൾ വായിക്കാനാണെന്ന് പറയുന്നത് സത്യമാണ്. കാരണം അന്ന് അവർ പഠിപ്പിച്ചു. അപ്പോൾ അങ്ങോട്ട് പോയി കുറേ ആൾക്കാർ. മലബാറിൽ എന്ത് ചെയ്തു? എങ്ങോട്ട് പോയി? തിരുവിതാംകൂറിൽ ക്രിസ്തുമതത്തിലേക്ക് പോയി. കുറച്ച് പേര് രക്ഷപ്പെട്ടു, അക്ഷരമൊക്കെ പഠിച്ചു, സ്കൂളിലൊക്കെ പോയി, നല്ല വസ്ത്രം ധരിച്ചു, മാറ്റം ഉണ്ടായി. എന്ത് ചൊല്ലി ഇന്ന് പോകണമെന്ന് ഞാൻ പറയില്ലേ. അന്നത് പോയത് ആ ഒരു കാലഘട്ടമാണ്. കാരണം ഇവിടെ നീതിയില്ല, അതുകൊണ്ട് പോയി. പക്ഷെ പോയവർ അതിൻ്റെതായ മാറ്റങ്ങളുണ്ടായി. ആ മാറ്റം അവിടെ ഉണ്ടായപ്പോഴാണ് ഇപ്പുറത്ത് നിൽക്കുന്നവരിലും മാറ്റത്തിൻ്റെ കാഹളം മുഴങ്ങിയത്. അതാണ് ഒരു കാര്യം, കേരളത്തിൻ്റെ മാറ്റം. മലബാറിൽ ഇസ്ലാമിലേക്ക് പോകുന്നു. അപ്പോൾ ഈ രണ്ട് ഭാഗത്തേക്കും ആള് പോകുമ്പോൾ ഹിന്ദുത്വം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ അടിക്കല്ലുകൾ ഇളകുന്നു. കുത്തമ്പിനാറാണെങ്കിലും അതിൻ്റെ അടിക്കല്ലുകൾ ഇളകിപ്പോയാൽ അത് എന്ത് സംഭവിക്കും? താഴെ വീണു പോകും. താഴെ വീണാൽ പിന്നെ എല്ലാ അധികാരവും പോവില്ലേ? അതുകൊണ്ട് ഈ അധികാരം പോകാതിരിക്കണമെങ്കിൽ ഇളകിപ്പോയ കട്ടകളെയും കല്ലുകളെയും തിരിച്ചു കൊണ്ടുവന്ന് ഉറപ്പിക്കണം. അതിൻ്റെ പേരാണ് അമ്പലം തുറക്കുക, ക്ഷേത്രപ്രവേശന വിളംബരം എന്നൊക്കെ പറഞ്ഞു. നമ്മളെ അടിക്കൊണ്ടുവന്ന് ഇങ്ങനെ സ്ഥാപിച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വേണമല്ലോ ഇവരിങ്ങനെ നിർമ്മിക്കാൻ. അതിനാണ് ക്ഷേത്രപ്രവേശന വിളംബരം വന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സംഗതി. അപ്പോൾ ഹിന്ദുവല്ല എന്നുള്ള ബോധ്യം നമുക്ക് വേണം. എന്താണെങ്കിലും മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പോരാട്ടം നമുക്ക് വിദ്യാഭ്യാസം നേടിയെടുക്കുകയും നമുക്കൊരു സംഘടന ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള ഒരു പൊതുസംഘടന ഉണ്ടാക്കുകയും നമുക്ക് തന്നെ നമ്മളെ നയിക്കാൻ ശേഷിയുള്ള നേതൃത്വം, ലീഡർഷിപ്പ്, സ്വന്തം നേതൃത്വം നമുക്ക് ഉണ്ടാക്കി തരികയും ആത്മവിശ്വാസം ജനിപ്പിക്കുകയും ഒപ്പം നമ്മളെ ഒരു സ്വതന്ത്ര വികസിത സമൂഹമാക്കി മാറ്റാനുള്ള കാര്യങ്ങളാണ് നമുക്ക് സ്കൂൾ ഉണ്ടാക്കുന്നത്. സ്വന്തമായ സ്കൂൾ. അപ്പോൾ സ്വന്തമായ സ്കൂള് വിദ്യാഭ്യാസത്തിലേക്ക് കയറിയാൽ മാത്രം പോരാ, സ്വന്തമായ സ്കൂള് വേണം എന്ന ഭാവന മഹാത്മാ അയ്യങ്കാളിക്ക് ഉണ്ടായിരുന്നു. 1904 തന്നെ സ്വന്തമായ സ്കൂൾ സ്ഥാപിച്ചു മഹാത്മാ അയ്യങ്കാളി. അന്നത്തെ കാലത്തൊരു സ്കൂൾ അയ്യങ്കാളി സ്ഥാപിച്ചു. 100 കൊല്ലം കഴിയുമ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ എത്ര സ്കൂളുണ്ട്? നമ്മൾ എത്ര സ്കൂൾ സ്ഥാപിക്കണമായിരുന്നു? അപ്പോൾ അന്ന് തുല്യത നിഷേധിച്ചപ്പോൾ അദ്ദേഹം പോരാടി. ഇന്ന് സ്കൂളിൽ കയറുന്നതല്ല പ്രശ്നം, ഇന്ന് സ്കൂളും കോളേജുകളും ഉണ്ടാക്കുന്നതാണ് പ്രശ്നം. അന്ന് കയറി എല്ലാവരും സ്കൂളിൽ കയറുന്ന കാലം നമ്മളും കയറി. കാലം മാറിയപ്പോൾ അവരിന്ന് സ്കൂളിൽ കയറുകയല്ല, അവർ സ്കൂൾ നടത്തുന്നു, സ്കൂൾ മാനേജർമാരാകുന്നു, കോളേജുകൾ നടത്തുന്നു, കോളേജ് മുതലാളിമാരാകുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തുല്യത എന്ന് പറഞ്ഞാൽ ഇന്നെന്താ? നമുക്കും കോളേജുകൾ ഉണ്ടാകുന്നതാണ്, നമുക്കും യൂണിവേഴ്സിറ്റികൾ ഉണ്ടാകുന്നതാണ്, ഇല്ലേ? നമുക്ക് വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നതാണ്, നമുക്ക് മാർക്കറ്റ് ഉണ്ടാകുന്നതാണ്. ഈ അങ്ങനെയുള്ളത് നമുക്ക് ഉണ്ടാകുന്നതാണ് തുല്യത. അപ്പം ആ തുല്യത ഇന്ന് നിഷേധിക്കുന്ന ഇത്തരം ഇടങ്ങളിൽ ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള വ്യവസായത്തിൽ തുല്യത, കച്ചവടത്തിൽ മാർക്കറ്റിൽ തുല്യത, നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകൾ, ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകൾ, നിങ്ങൾക്ക് മാളുകൾ, ഞങ്ങൾക്കും മാളുകളുടെ ഉടമസ്ഥതകൾ, നിങ്ങൾക്ക് വലിയ ഫാക്ടറികൾ, ദളിതർക്കും സ്വന്തമായ ഫാക്ടറികൾ. ഈ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അയ്യങ്കാളിയുടെ തുല്യത ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ബാധകമാകുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നത്? മാർക്കറ്റിലുണ്ടോ നമ്മൾ? കൃഷിയിലുണ്ടോ നമ്മൾ? വ്യവസായത്തിലുണ്ടോ നമ്മൾ? നമ്മൾ എങ്ങുമില്ല. അപ്പോൾ കേരളം എവിടോട്ടാണ് പോയത്? ഇത് നമ്മൾ ആലോചിക്കണം. ഇത് അങ്ങനെയാണ് ദേശീയമായി നോക്കിയാലും. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തുല്യ പൗരന്മാരാക്കി മാറ്റാൻ ഒടുവിൽ അദ്ദേഹം പൊളിറ്റിക്കൽ പവറാണ്. എന്താണ്? ശ്രീമൂലം പ്രജാസഭയിലേക്ക് പ്രവേശിക്കുകയാണ് മഹാത്മാ അയ്യങ്കാളി. നോക്കൂ, ഏതെങ്കിലും സവർണരോട് സന്ധി ചെയ്തുകൊണ്ടല്ല, ശ്രീമൂലം പ്രജാസഭയിൽ പ്രവേശിച്ചതിന് ശേഷവും അവിടെ നിന്നുകൊണ്ട് അവകാശങ്ങൾ ചോദിക്കുന്നു. ആരോട്? ദിവാനോട്. അസംബ്ലിയിൽ, അന്നത്തെ നിയമസഭയാണ്, ആ നിയമസഭയിൽ കണക്ക് പറഞ്ഞ് ദളിതരുടെ പ്രശ്നങ്ങൾ, ഭൂമി ചോദിക്കുന്നു, വിദ്യാഭ്യാസം ചോദിക്കുന്നു, അതേപോലെ ഉദ്യോഗം ചോദിക്കുന്നു, മറ്റവകാശങ്ങൾ ചോദിക്കുന്നു. അത് ചോദിക്കുമ്പോൾ തന്നെ പുറത്തിറങ്ങി സ്വന്തം ജനതയെ സംഘടിപ്പിച്ചുകൊണ്ട് തെരുവിൽ പോരാട്ടം നടത്തുന്നു. അപ്പോൾ നിയമസഭയിൽ ഇരിക്കുക മാത്രമല്ല, പകരം സ്വന്തം ജനത്തെ സംഘടിപ്പിച്ച് തെരുവിൽ
പോരാട്ടങ്ങൾ നയിക്കുകയുമാണ്. ഇന്ന് കുറച്ച് പേര് നിയമസഭയിൽ കയറിയിരിപ്പുണ്ട്, 16 പേര്. പോരാട്ടം വല്ലതും നടത്തുന്നുണ്ടോ? അയ്യങ്കാളി പ്രജാസഭയിൽ ഇരുന്നു, അന്ന് രാജഭരണമാണ്. വല്ല പോരാട്ടവും നടത്തിയാൽ അന്ന് വേണമെങ്കിൽ മഹാത്മാ അയ്യങ്കാളിയെ പുറത്താക്കാവുന്ന കാലം. പക്ഷേ അവിടെ നിൽക്കുകയും ഒപ്പം പൊരുതുകയും ചെയ്തെങ്കിൽ ഇന്ന് അങ്ങനെ പുറത്താക്കാൻ പറ്റില്ല. ജനാധിപത്യമാണ്, അവകാശങ്ങളുണ്ട്. എന്നാലും നമ്മുടെ MLA മാർക്കും നമ്മുടെ MP മാർക്കും സമരങ്ങളില്ല, പുറത്തൊരു പ്രക്ഷോഭവുമില്ല. എത്രത്തോളമാണ് അവർ അയ്യങ്കാളിയെ പ്രതിനിധീകരിക്കുന്നത്, എത്രത്തോളമാണ് അവർ സമുദായത്തെ പ്രതിനിധീകരിക്കുന്നത്? ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയം നമ്മൾ ആലോചിക്കുമ്പോൾ ഈ പ്രാതിനിധ്യം എന്നൊക്കെ പറയുന്ന, പ്രജാസഭയുടെ പ്രവേശനം എന്ന് പറയുന്ന അയ്യങ്കാളി പിന്നെ എന്ത് പറ്റി? പൊയ്കയിലപ്പച്ചനെയും ഒട്ടനവധി 10-15ഓളം പേരെ എല്ലാവരെയും ക്രമേണ പ്രജാസഭയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു സംഘടിതമായ പ്രാതിനിധ്യമാക്കി അതിനെ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലേക്ക് നമ്മൾ ബാബാ സാഹിബിലേക്ക് വരുമ്പോഴും നമുക്ക് വാങ്ങിത്തന്ന ഏറ്റവും വലിയ അവകാശം ഒന്ന് ഭരണഘടനാപരമായ കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടന, ആ ഭരണഘടന അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് തർക്കമുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഭരണഘടന ബാബാ സാഹേബാണ് 2 വർഷക്കാലവും ഏതാണ്ട് 11 മാസവും 17 ദിവസവും എടുത്ത് 395ഓളം വകുപ്പുകളുള്ള ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കുന്നത്. 399ഓളം പേരുടെ ഭരണഘടനാ അസംബ്ലി ആയിരുന്നു. ആ ഭരണഘടനാ അസംബ്ലിയിലേക്കാണ് ബാബാ സാഹേബ് അംബേദ്കർ കടന്നു വരുന്നത്. ആ വഴിയൊക്കെ അറിയാം, ചരിത്രം ഞാൻ കൂടുതൽ നീട്ടി പറയേണ്ടതില്ല. ഇപ്പം ഇങ്ങനെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇന്ത്യൻ ഭരണഘടനയെ എഴുതാൻ ബാബാ സാഹേബ് അംബേദ്കറെ കോൺഗ്രസ്സുകാരോ ഗാന്ധിയോ വിളിച്ചു കൊടുത്തതാണോ? അല്ല. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് ഒരു സീറ്റ് പോലും കൊടുത്തില്ല. ബോംബെയിൽ നിന്ന് മത്സരിച്ച് അസംബ്ലിയിൽ വരാൻ, ഭരണഘടനാ അസംബ്ലിയിലേക്ക് വരാൻ ഒരു സീറ്റ് പോലും ബാബാ സാഹേബ് അംബേദ്കർ കൊടുത്തില്ല. മുഹമ്മദ് അലി ജിന്നയാണ് അദ്ദേഹത്തെ ക്ഷണിച്ച് അവിഭക്ത ബംഗാളിലെ മുസ്ലിം ലീഗിന്റെ മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം ലീഗുകാരനായ യോഗേന്ദ്രനാഥ് മണ്ഡൽ എന്ന് പറയുന്ന പട്ടികജാതിക്കാരൻ അദ്ദേഹത്തെ രാജിവെപ്പിച്ച് ആ സീറ്റിൽ നിന്ന് മത്സരിച്ചാണ് ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് അദ്ദേഹം അസംബ്ലിയിലേക്ക് വരുന്നത്. ആ അസംബ്ലിയിലേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് പിന്നീട് 7 അംഗങ്ങളടങ്ങുന്ന ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഒരാളായി ബാബാ സാഹേബ് വരുന്നത്. ബാബാ സാഹേബിന് അത്രയും വിദ്യാഭ്യാസമുള്ള ആരും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അറിയാമല്ലോ, അമേരിക്കയിൽ പോയി, ബ്രിട്ടനിൽ പോയി, ജർമ്മനിയിൽ പോയി പഠിച്ചു. അങ്ങനെ പഠിച്ച് ഗ്രേസ് ഇന്ത്യയിൽ പോയി നിയമം പഠിച്ച ബാബാ സാഹേബ് അംബേദ്കർ. ലോകത്ത് ബാബാ സാഹേബ് അംബേദ്കറോളം ഒരുപക്ഷെ നിയമവിജ്ഞാനമുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ പോലും നെഹ്റുവിൻ്റെ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റിനെ പറഞ്ഞ് വിദേശത്തേക്ക് അയച്ചു. ഐവർ ജെന്നിസ് എന്ന് പറയുന്ന ഒരു നിയമജ്ഞനോട് പോയി ഇന്ത്യയുടെ ഭരണഘടന എഴുതി തരാൻ. അവർ പോയി ഐവർ ജെന്നിസിനെ കാണുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടിയാണ് എന്താണ്? ഇന്ത്യയിൽ നിങ്ങളുടെ രാജ്യത്ത് ഒരു മഹാപണ്ഡിതൻ ജീവിച്ചിരിക്കുന്നു, നിയമപണ്ഡിതൻ, നിങ്ങൾ അദ്ദേഹത്തോട് പോയി പറയൂ, എനിക്കെഴുതി തരേണ്ട കാര്യമില്ല. അപ്പം ചോദിക്കുന്നു, ആരാണ്? ഐവർ ജെന്നിസ് പറയുന്ന മറുപടിയാണ് ഡോക്ടർ അംബേദ്കർ. എന്നിട്ടാണ് അവരിങ്ങോട്ട് തിരിച്ചു വരുന്നത്. എന്നിട്ടും ബാബാ സാഹേബ് അംബേദ്കറെ ഭരണഘടന എഴുതാൻ ഏൽപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ചരിത്രം പറയുന്നത് അപ്പോഴും തയ്യാറായില്ല. അസംബ്ലിയിൽ ഒരു അംഗം, പക്ഷെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലില്ല. അതിൻ്റെയൊക്കെ ചരിത്രത്തിൽ ഇപ്പോൾ നീണ്ടുപോകും. പക്ഷേ നെഹ്റു ഈ പ്രിയാമ്പിൾ ഉണ്ടല്ലോ, ഭരണഘടനയുടെ പ്രിയാമ്പിൾ, ആമുഖം, ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ആരംഭിക്കുന്ന ആമുഖം, ഈ ആമുഖം ആരെഴുതിയതാണ്? പലരും പറയുന്നത് അത് നെഹ്റു ആണ് അവതരിപ്പിച്ചത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ഭരണഘടനയുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ നെഹ്റു അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ തയ്യാറാക്കിയത് ബി.ആർ. റാവു എന്ന് പറയുന്നു. സത്യം എന്താണ്? ആകാശ് രത്തോഡിൻ്റെ ഒരു പുസ്തകം വന്നു, ഡോക്ടർ അംബേദ്കേഴ്സ് പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇംഗ്ലീഷിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. അതൊരു റിസർച്ചാണ്. അത് സ്ഥാപിക്കുന്നത് ഈ പ്രിയാമ്പിൾ പോലും എഡിറ്റ് ചെയ്ത് പൂർത്തീകരിച്ച് കൊടുക്കുന്നത് ബാബാ സാഹേബ് അംബേദ്കർ എന്നാണ്. പ്രത്യേകിച്ചും പ്രിയാമ്പിളിനകത്തെ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന വാക്ക് ഡോക്ടർ അംബേദ്കറുടെ സംഭാവനയാണ് എന്ന് ആകാശ് രത്തോഡ് എന്ന് പറയുന്ന പണ്ഡിതൻ സ്ഥാപിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ തുടങ്ങുന്ന ഒരു കാര്യമാണ്. ആ പ്രിയാമ്പിൾ നെഹ്റു വായിച്ചു, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഏതാണ്ട് 1946 ഡിസംബർ മാസം 9-ാം തീയതിയാണ് അസംബ്ലിയുടെ 1-ാം ദിവസം ആരംഭിക്കുന്നത്. 9-ാം തീയതി തുടങ്ങി ഒരു 12-ഓ 13-ാം തീയതിയാണ് നെഹ്റു ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വായിക്കുന്നത്. വായിച്ചിട്ടോ അതിനെക്കുറിച്ച് കോൺഗ്രസ്സുകാരായ M.R. ജയകർ, ബോംബെ എന്നുള്ള M.R. ജയകർ ഉണ്ട്, ബ്രാഹ്മണനാണ്. അയാൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു. മിസ്റ്റർ നെഹ്റു, ഈ പ്രമേയത്തിനകത്ത് പല കാര്യങ്ങൾക്ക് ഉത്തരമില്ലല്ലോ, ഇതൊരു രാജ്യത്തിന്റെ ഭരണഘടനയല്ലേ, അതിനകത്ത് ഇന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം വേണ്ടേ, റെമഡികൾ വേണ്ടേ, പരിഹാരങ്ങൾ വേണ്ടേ? നിങ്ങൾ അവകാശങ്ങൾ പറയുന്നു, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ലിബർട്ടി, അല്ലെങ്കിൽ ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് എന്നൊക്കെ പറയാൻ പ്രിയാമ്പിളുണ്ട്. നീതി, സമത്വം, രാഷ്ട്രീയം, സാമൂഹ്യം, സാമ്പത്തികമായ നീതി, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസര സമത്വം, ഇതൊക്കെ നിങ്ങൾ പറയുന്നു. പക്ഷെ ഇതൊക്കെ ലംഘിക്കപ്പെട്ടാൽ പരിഹാരം എവിടെ?
അതിനെക്കുറിച്ച് ഭരണഘടന എന്ത് പറയുന്നു എന്നൊക്കെ ചോദിച്ചു. നെഹ്റു എഴുതിയതല്ലാത്തതുകൊണ്ട് നെഹ്റുവിന് ഉത്തരം പറയാൻ പറ്റിയില്ല. എന്നാൽ നെഹ്റുവിനെ സഹായിക്കാൻ ആ അധ്യക്ഷനായിട്ടുള്ള ഭരണഘടനാ അസംബ്ലിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്, ബ്രാഹ്മണനാണ്. പക്ഷേ മറുപടി പറയണമെങ്കിൽ ഭരണഘടനാപരമായ വൈദഗ്ധ്യം വേണം. ഇന്ത്യയെപ്പോൾ അതിസങ്കീർണമായ ഒരു രാജ്യം, ആയിരക്കണക്കിന് ജാതികൾ, ഉപജാതികൾ, മതങ്ങൾ, വംശങ്ങൾ, ഭാഷകൾ, പ്രദേശങ്ങൾ, ഇത്രയും സങ്കീർണമായ ഒരു ജനതയെ ഡെമോക്രസിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ നിയമനിർമ്മാണത്തിന് ആവശ്യമായ വൈജ്ഞാനികതയില്ലാത്തവർക്ക് ആർക്കും മറുപടി പറയാൻ പറ്റാതെ, കോൺഗ്രസ്സുകാരനായ M.R. ജയകറിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാതെ അസംബ്ലി 1, 2, 3, 4 അങ്ങനെ അലങ്കോലപ്പെട്ട് നാണം കെട്ടു ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി. അവസാനം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വിചാരിച്ചു, ഇത് നമുക്ക് പറ്റിയ പണിയല്ല, ഈ അസംബ്ലി പിരിച്ചുവിടാം. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം, അംബേദ്കറെ ഒന്ന് വിളിച്ചു നോക്കാം. അങ്ങനെയാണ് ബാബാ സാഹേബ് അംബേദ്കറെ ഓർക്കാപ്പുറത്ത് ക്ഷണിക്കുകയാണ്. മിസ്റ്റർ അംബേദ്കർ, ഈ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്കാകുമോ? നിങ്ങൾ വന്നാലും. അപ്പോഴാണ് ബാബാ സാഹേബ് അംബേദ്കർ എഴുന്നേറ്റ് അവിടേക്ക് ചെന്നു, മറുപടി പറഞ്ഞു. എന്താണ്? ആ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. ഇംഗ്ലീഷിൽ യൂട്യൂബിൽ കിട്ടും ബാബാ സാഹേബ് അംബേദ്കറുടെ ഭരണഘടനാ അസംബ്ലി ചെയ്ത പ്രസംഗം. ആ പ്രസംഗത്തിലാണ് ബാബാ സാഹേബ് പറയുന്നത്, ഐ സ്റ്റാൻഡ് ഫോർ എ സ്ട്രോങ് യുണൈറ്റഡ് ഇന്ത്യ. ഏകീകൃതമായ ശക്തമായ ഒരു ഇന്ത്യക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുന്നു. എൻ്റെ അവസാന തുള്ളി ചോരയും വിനിയോഗിച്ചും ഇന്ത്യയുടെ ഐക്യത്തിന് വേണ്ടി, അഖണ്ഡതയ്ക്ക് വേണ്ടി ഞാൻ നിലകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാന പ്രചോദിതമായ, രാജ്യസ്നേഹ പ്രചോദിതമായ പ്രസംഗം. അതിലെല്ലാത്തിനും ഉത്തരം പറഞ്ഞു. സ്തംഭിച്ചിരിക്കുകയാണ് ബ്രാഹ്മണരടക്കമുള്ള. ടി കൃഷ്ണമാചാരിയുണ്ട്, KM മുൻഷിയുണ്ട്, അയ്യങ്കാറുണ്ട്, ഇങ്ങനെ ഗോപാലസ്വാമി അയ്യങ്കാറുണ്ട്, ഇങ്ങനെയുള്ളവരെല്ലാം ഇരിക്കുകയാണ്. നെഹ്റുണ്ട്, പട്ടേലുണ്ട്, രാധാകൃഷ്ണനുണ്ട്. ആർക്കും മറുപടി പറയാൻ കഴിയാത്ത സമസ്യകൾക്ക് ബാബാ സാഹേബ് അംബേദ്കർ മറുപടി പറയുന്നു. അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, ഇങ്ങനെ വിളിക്കപ്പെടുമെന്ന് ഞാൻ നനച്ചിട്ട് പോലുമില്ല. ഓർക്കാപ്പുറത്താണ് നിങ്ങൾ എന്നെ വിളിച്ചത്. അങ്ങനെയെങ്ങാണ് എന്നെ വിളിക്കുമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ തയ്യാറെടുപ്പോടുകൂടിയ വരുമായിരുന്നു. അങ്ങനെ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ വിളിച്ചു. പക്ഷെ ഞാൻ വന്നു. എൻ്റെ രാജ്യത്തുള്ള സ്നേഹം കൊണ്ട് ഞാനിതാ മറുപടികൾ പറയുന്നു. ലോകോത്തര ഭരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയുകയാണ്. അപ്പോൾ ധനഞ്ജയ് കീർ ബാബാ സാഹേബ് അംബേദ്കറുടെ ജീവചരിത്രം എഴുതിയ മനുഷ്യനാണ് ധനഞ്ജയ് കീർ. അദ്ദേഹത്തിൻ്റെ ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതിനകത്ത് ഈ ഭാഗം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരായ സവർണർ അങ്കലാപ്പോടു കൂടിയാണ് ഇരുന്നത്. കാരണം അംബേദ്കർ വരികയല്ലേ, മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഗാന്ധിയെയും നെഹ്റുവിനെയും കോൺഗ്രസിനെയും അസംബ്ലിയെ ഒന്നാകെ വിമർശിച്ചു കളയും. കാരണം ദളിതരോട് കാണിക്കുന്ന ക്രൂരതകൾ അവർക്കറിയാം. ഇതെല്ലാം ഒരുപക്ഷെ വിളിച്ചു പറയുമോ എന്ന് പേടിച്ച്, അഥവാ അങ്ങനെയെങ്ങാണ് ഹിന്ദുക്കളെ വ്രണപ്പെടുത്തിയാൽ ഇയാളെ വെറുതെ വിടരുതെന്ന് പറഞ്ഞുകൊണ്ട് മുഷ്ടി ചുരുട്ടി ആക്രമിക്കാൻ കാത്തിരുന്ന കോൺഗ്രസ്സുകാരായ മുൻനിരക്കാർ. അംബേദ്കറുടെ പ്രസംഗം 35-40 മിനിറ്റ് നീണ്ട പ്രസംഗം കൊടുങ്കാറ്റ് പോലെ അത് വീശി അടിച്ച് അത് പെയ്ത് ഇറങ്ങി നിൽക്കുമ്പോൾ ഇദ്ദേഹം എഴുതുകയാണ്, ധനഞ്ജയ് കീർ, ചുരുട്ടിയ മുഷ്ടികളെല്ലാം അയഞ്ഞു, അംബേദ്കർക്കെതിരെയുള്ള എല്ലാ വികാരങ്ങളും മഞ്ഞുപോലെ ഉരുകി. എന്നിട്ട് അവർ ഓടി വന്ന് ആ ബാബാ സാഹേബ് അംബേദ്കറെ ആലിംഗനം ചെയ്യാൻ മത്സരിച്ചു. കയ്യടി ഘോഷങ്ങൾ മുഴങ്ങി. അപ്പോഴാണ് തീരുമാനിച്ച് അദ്ദേഹം തന്നെയാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആകേണ്ടത് എന്ന്. എന്നാലോചിച്ച് നോക്കൂ, എത്ര സാഹസികമായിട്ടാണ് ബാബാ സാഹേബ് വരുന്നത്, എത്ര നാടകീയമാണ് ആ സംഭവവാസങ്ങൾ. പിന്നീട് ഭരണഘടന ബാബാ സാഹേബ് അംബേദ്കർ എഴുതാൻ തുടങ്ങുക ചെയ്തത്. അങ്ങനെയാണ് ഈ ഭരണഘടന വരുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും ഒക്കെ വരുന്ന നമ്മുടെ മഹത്തായ ഭരണഘടന. ന്യൂനപക്ഷ അവകാശങ്ങളും ദളിതർക്കും ആദിവാസികൾക്കും വിദ്യാഭ്യാസം, ഉദ്യോഗം, മറ്റ് സംവരണങ്ങൾക്കെല്ലാം അടങ്ങുന്ന ഇന്ത്യൻ ഭരണഘടന അത്രത്തോളം വലിയൊരു ഭരണഘടന ലോക ചരിത്രത്തിലില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണത്തിൽ ഞാനത് പറയുന്നുണ്ട്, ഇവിടെ തന്നെ വെച്ച് പറഞ്ഞത്, ഈ ഭരണഘടനാ അസംബ്ലിയിൽ ചോദ്യങ്ങളുണ്ട്. പിന്നീട് അസംബ്ലി സംവാദമാണ്. ഭരണഘടനാ അസംബ്ലി സംവാദം എന്നല്ലേ പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റ്സാണ്. ഇന്ത്യ ഭരണഘടനാ അസംബ്ലി നടന്ന അത്ര ഡിബേറ്റ്സ് ലോകത്തൊരു ഭരണഘടനാ അസംബ്ലിയിലും നടന്നിട്ടില്ല. അത്രയും ഡിബേറ്റ്സുകളാണ് 2 വർഷക്കാലം. അതിനെല്ലാം ഉത്തരം പറഞ്ഞതാരാ? ബാബാ സാഹേബ് മാത്രമാണ്. ചെല്ലു പറയാം, അംബേദ്കറെ കൂട്ടിയെന്നേ ഉള്ളൂ, എഴുതിയത് ഇവരുടെ എല്ലാം കൂടെ തലയിലാണെന്നാണ്. അത് വേറൊരു കാര്യം. അതിനൊക്കെ മറുപടി പറയാൻ പോയാൽ, വായിച്ചാൽ അങ്ങനെയൊന്നും അല്ല. 1949 നവംബർ മാസം 25-ാം തീയതിയാണ് ഭരണഘടന എഴുതി പൂർത്തിയാക്കി കൈമാറുന്നത്. രാജേന്ദ്ര പ്രസാദ് ഏറ്റുവാങ്ങുന്ന ചിത്രം നിങ്ങൾ കണ്ടു കാണും, അത് ചരിത്രത്തിലുണ്ട്. അപ്പോൾ ഈ ഭരണഘടന ഇങ്ങനെ കൊടുത്ത് 26-ാം തീയതിയാണ് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ 49 നവംബർ 25-ാം തീയതി ഭരണഘടനാ അസംബ്ലിയിൽ ബാബാ സാഹേബ് അംബേദ്കർ ചെയ്ത പ്രസംഗമുണ്ട്. വലിയൊരു പ്രസംഗമാണ്. എന്നിട്ട് അത് കൊടുക്കുന്ന രംഗം, ആ സമയത്ത് ടി കൃഷ്ണമാചാരി എന്ന് പറയുന്ന ഭരണഘടനാ അസംബ്ലിയിലെ പ്രധാനപ്പെട്ട ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 പേരിൽ ഒരാളുണ്ട്. അദ്ദേഹം ചെയ്യുന്ന പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. ഒരാൾ മരിച്ചുപോയി. പിന്നീട് 2 പേർ വിദേശത്തായിരുന്നു. 2 പേർ അവധിയിൽ പോയി.
ഒരാളാകട്ടെ അങ്ങ് ഡൽഹിയിൽ നിന്ന് ദൂരെയായിരുന്നു. ഇത് എഴുതാനുള്ള എല്ലാ ജോലിയും ഡോക്ടർ അംബേദ്കർ ചുമലിൽ മാത്രം വന്നു. അദ്ദേഹം ഒറ്റയ്ക്ക് ഇത് എഴുതി പൂർത്തിയാക്കി എന്ന് ടി ടി കൃഷ്ണമാചാരി 49 നവംബർ 25 ഭരണഘടനാ അസംബ്ലി ചെയ്ത പ്രസംഗം ഇന്ത്യ ഗവൺമെന്റ് രേഖയാണ്. ആലോചിച്ച് നോക്കൂ, ഒറ്റയ്ക്ക് എഴുതുകയാണ്. അത് എഴുതി കഴിഞ്ഞാണ് അദ്ദേഹം പിന്നീട് അധികകാലം ജീവിച്ചിരിക്കാൻ പറ്റാത്തവന്ന് രോഗിയായത്. ഭരണഘടന എഴുതി കഴിഞ്ഞാണ്. ഇനിയും ആ ഭരണഘടനാ അസംബ്ലിയിലെ സംവാദങ്ങൾ വന്നു. അതിനകത്ത് ആരാണ് മറുപടി പറഞ്ഞത്? ഏറ്റവും അധികം സംസാരിച്ചത് 2 ലക്ഷത്തോളം വാക്കുകളിലാണ് ബാബാ സാഹേബ് അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ മറുപടികൾ പറഞ്ഞത്. 2 ലക്ഷം. നേരെ മറിച്ച് മറ്റുള്ളവരൊക്കെ പറഞ്ഞത് എത്ര? ഒരു മാക്സിമം 90,000 വാക്കുകളോ അല്ലെങ്കിൽ 65,000 വാക്കുകളോ ഒക്കെയാണ് മറ്റുള്ളവർ പറയുന്നത്. അംബേദ്കർ 2 ലക്ഷത്തിലധികം വാക്കുകളിലാണ് മറുപടി പറയുന്നത് എന്ന് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഭരണഘടനാ അസംബ്ലി. എന്താണെങ്കിലും ആ ഭരണഘടനയിലൂടെ വന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയാണ് നമ്മുടേത്. ബാബാ സാഹേബിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്ന്, ഇന്ത്യയെ ജനാധിപത്യത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ രാജ്യത്തിന് അദ്ദേഹം നൽകി. ആ ഭരണഘടനയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ആ ഭരണഘടന ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ലിബർട്ടി, ഈ സമത്വത്തിലും സാഹോദര്യത്തിലും സ്വാതന്ത്ര്യത്തിലും അധിഷ്ഠിതമായ ഒരു ജനാധിപത്യ സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന ലോകത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്രാഗ്മാറ്റിക് രേഖയാണ്. പ്രായോഗിക ജനാധിപത്യത്തെ രൂപപ്പെടുത്താൻ കഴിയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഒരു ടെക്സ്റ്റാണ് ഇന്ത്യൻ ഭരണഘടന എന്ന്. അതിന് സമാനമായ ഒരു ഭരണഘടന ഇല്ല. അത് മറ്റൊരു വിഷയമാണ്, ഭരണഘടനയുടെ ആഴങ്ങളിലേക്ക് പോവുക. അതിപ്പം നമ്മുടെ ഭാഗമല്ല. ആ കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെച്ചത് ക്ഷേമരാഷ്ട്രമാണ്, വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ തുല്യത ഉറപ്പുവരുത്തേണ്ട, ഇന്ത്യയിലെ എല്ലാ പൗരന്മാരുടെയും ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ട, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ ആരോഗ്യം, അവർക്ക് വിഭവങ്ങൾ, അവർക്ക് സ്വത്ത്, ഇങ്ങനെ തുടങ്ങിയ അധികാരം അടക്കം എല്ലാവർക്കും ജനസംഖ്യാനുപാതികമായോ നീതിയുക്തമായോ അത് വിതരണം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം ഭരണവർഗത്തിന് കൊടുക്കാൻ പറ്റുമോ? അത് ബ്രാഹ്മണനാണ്, സവർണനാണ്. അപ്പോൾ സ്റ്റേറ്റിന് ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഒരു തത്വം പാർലമെന്ററി ജനാധിപത്യത്തിൽ. ഈ സ്റ്റേറ്റ് എങ്ങനെ പെരുമാറണം എന്ന് നിയന്ത്രിക്കുന്നത് ആരായിരിക്കണം? ഭരണഘടനയായിരിക്കണം. ഭരണഘടന നടപ്പിലാക്കുക എന്നതാണ് ഭരണകൂടത്തിൻ്റെ ജോലി. ആ ഭരണഘടന നടപ്പിലാക്കണമെങ്കിൽ ഭരണഘടനയുടെ രാഷ്ട്രീയത്തെ ഏറ്റെടുക്കാൻ ഭരണകൂടത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഭരണഘടനാ ധാർമ്മികത, ആ ധാർമ്മികത മുറുകെ പിടിക്കുന്ന ഒരു ജനത അധികാരത്തിലേക്ക് വരണം എന്ന് ബാബാ സാഹേബ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന നടപ്പിലാക്കാൻ, അതിന് ജീവൻ കൊടുക്കാൻ ആർക്കേ കഴിയുള്ളൂ? ഈ ഭരണഘടന സംഭാവന ചെയ്ത ആ അംബേദ്കർ പ്രത്യയശാസ്ത്രത്തെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന, തുല്യതയിൽ വിശ്വസിക്കുന്ന ഇന്ത്യയിലെ അടിസ്ഥാന ദളിത് ജനസമൂഹത്തിൻ്റെ കയ്യിലേക്ക്, അല്ലെ അവർണ ജനതയുടെ കയ്യിലേക്ക് എപ്പോഴാണോ അധികാരം വരിക, അപ്പോൾ മാത്രമേ ഈ പറയുന്ന ജനാധിപത്യം, സാമൂഹ്യ ജനാധിപത്യവും സാമ്പത്തിക ജനാധിപത്യവും പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയത്തെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു വെൽഫെയർ സ്റ്റേറ്റ് അഥവാ ക്ഷേമരാഷ്ട്രം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ ഭരണഘടനയെ ഉൾക്കൊള്ളുന്ന ഒരു ജനത അധികാരത്തിൽ വരണം. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താ? ഭരണഘടന സംഭാവന ചെയ്ത ജനം ദളിതരാണ്. ഇന്ത്യയുടെ ഭരണഘടന സംഭാവന ചെയ്തത് ദളിതരാണ്. എന്നാൽ ദളിതർ ഇന്ന് അധികാരത്തിന് പുറത്താണ്. ഭരണഘടന രൂപപ്പെടുത്തുമ്പോൾ അതിൻ്റെ തത്വങ്ങൾക്കെതിരെ നിന്നവർ, ഭരണഘടന മുന്നോട്ട് വെക്കുന്ന തുല്യതയെ നിഷേധിച്ചവർ, ഭരണഘടന വിഭാവന ചെയ്യുന്ന സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചവർ, ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സാഹോദര്യം ജാതി വ്യവസ്ഥയോട് നിഷേധിച്ചവർ, അവരുടെ കയ്യിലാണ് ഇന്ന് രാഷ്ട്രം ഇരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ സംഘപരിവാറിൻ്റെ കയ്യിലാണ്. അവിടെ നിന്ന് സംഘപരിവാറിൻ്റെ ഒരു സമഗ്രാധിപത്യമാണ് ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ അപകടം. ഇന്ത്യയുടെ മുഴുവൻ സമസ്ത അധികാരവും RSSന്റെ കരങ്ങളിലേക്ക് അമരുന്ന, RSS നിയന്ത്രിക്കുന്ന BJPയുടെ കയ്യിലേക്ക്, മോഡിയുടെ കയ്യിലേക്ക് കേന്ദ്രീകരിക്കുകയും അങ്ങനെ ഈ ഭരണഘടനയെയും അത് മുന്നോട്ട് വെക്കുന്ന എല്ലാവിധ ജനാധിപത്യ തത്വങ്ങളെയും നിരാകരിച്ചുകൊണ്ടുള്ള ഒരു സവർണ വാഴ്ച തിരിച്ചു വരിക, മനുസ്മൃതി തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഇന്ന് ഇന്ത്യയിൽ സംഘപരിവാർ ആഗ്രഹിക്കുന്നത്, RSS ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പേരാണ് അരവിന്ദ് പറഞ്ഞ ഹിന്ദുരാഷ്ട്രം. ഹിന്ദുരാഷ്ട്രമാണ് അവരുടെ ലക്ഷ്യം. അംബേദ്കർ പറഞ്ഞത് ഹിന്ദുരാഷ്ട്രം ഒരു യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അന്ന് ഇന്ത്യയുടെ അന്ത്യമാണ്. അത് ഈ രാജ്യത്തിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപകടമായിരിക്കും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഹിന്ദുരാഷ്ട്രത്തെ തടയുക തന്നെ വേണം. ബാബാ സാഹേബ് അംബേദ്കർ നമ്മളോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ
ഈ ഹിന്ദുരാഷ്ട്രത്തെ തടഞ്ഞുകൊണ്ട് ഇന്ത്യയെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആരുടേതാണ്? ഇന്ത്യയിലെ അംബേദ്കറൈറ്റുകളുടേതാണ്. കാരണം ഈ ജനാധിപത്യം യാഥാർത്ഥ്യമാകേണ്ടത് നമ്മുടെ ലക്ഷ്യമാണ്. കാരണം നമ്മൾ ഇന്നും ഈ രാജ്യത്ത് അസമത്വമാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രശ്നപരമായ ചില കാര്യങ്ങളുണ്ട്, അതൊരു പക്ഷേ ചർച്ചയുടെ ഭാഗമായി പറയാം. ഏറ്റവും ഒടുവിൽ ഞാൻ കൺക്ലൂഡ് ചെയ്തതാണ്, ചർച്ചയ്ക്ക് വേണ്ടി കൺക്ലൂഡ് ചെയ്തിട്ട് പിന്നീട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എന്നോണം മറ്റു ചില കാര്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ ഇന്ത്യൻ ഡെമോക്രസി യഥാർത്ഥത്തിൽ വലിയ അപകടത്തിലാണ്. അത് കേരളമെന്നും ഇന്ത്യ എന്നുള്ള വേർതിരിവ് വേണ്ട. ഇന്ത്യ ഉടനീളം ഇന്നും ഒരു ബ്രാഹ്മണിക്കൽ സവർണ വിഭാഗത്തിൻ്റെ ന്യൂനപക്ഷത്തിൻ്റെ കയ്യിലാണ് ഇന്ത്യയുടെ അധികാരം. ആ രീതിയിലേക്കാണ് ഇന്ത്യയുടെ പോകുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ബലിയാടുകളാണ് നമ്മൾ. എന്നും അതിൻ്റെ ബലിയാടുകളായിരുന്നു. ഏറ്റവും ഒടുവിലും ഇന്ത്യൻ ഡെമോക്രസി ഒരുപക്ഷെ ഇന്ന് മുന്നോട്ട് മാറുമ്പോൾ, വിടവാങ്ങുമ്പോൾ, അല്ലെ ജനാധിപത്യം ഈ രാജ്യത്ത് വെല്ലുവിളി നേരിടുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നവരാരാണ് എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം തേടിയാൽ നിങ്ങൾ നോക്കുക, അയ്യങ്കാളിയുടെ BA-ക്കാർ 10 BA-ക്കാരെ കണ്ടേ ഞാൻ മരിക്കുകയുള്ളൂ എന്ന് മഹാത്മാ അയ്യങ്കാളി പറഞ്ഞുവെങ്കിൽ ഇനി നമ്മളിൽ നിന്ന് BA-ക്കാരുണ്ടാവുകയില്ല. എന്താ കാര്യം? ഈ ഗ്രാൻറ്റുകൾ ഇപ്പോൾ ഏതാണ്ട് നിർത്തലാക്കിയ അവസ്ഥയിലാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ലംസ ഗ്രാൻഡ് കിട്ടുന്നില്ല, നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് സ്റ്റൈപ്പൻഡ് കിട്ടുന്നില്ല. നമ്മുടെ കുട്ടികൾ ഇന്ന് എയ്ഡഡ് സ്കൂളുകളിലോ സർക്കാർ സ്കൂളുകളിലോ പോയാൽ പോലും അവന് ഫീസ് അവിടെ അടയ്ക്കണമെന്നാണ് പറയുന്നത്. എന്താണ് അവസ്ഥ? അപ്പോൾ പൊരുതി വാങ്ങിയ ആ സ്വാതന്ത്ര്യം ഇന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പള്ളിക്കൂടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്, IIT-കളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന അവകാശത്തിൽ നമ്മളെ പടിയിറക്കുക. നമ്മൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നേടിയത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുമോ? അതുകൊണ്ട് ഇനി നിങ്ങളൊന്നും പഠിക്കണ്ട, പഠിച്ചതാണ് കുഴപ്പമെന്നാണ് അവർ ആലോചിക്കുന്നത്. രോഹിത് ബൊമ്മലമാരുണ്ടാകും, അല്ലെങ്കിൽ മായാവതിമാരുണ്ടാകും, കാൻഷറാമാരുണ്ടാകും. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെയാണ് ദളിത് പ്രസ്ഥാനം ഉണ്ടായത്, ദളിത് മുന്നേറ്റങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് ഇനി പഠിക്കണ്ട എന്നൊരു കാര്യം. ഇനി പഠിച്ചവന് ജോലി. സംവരണത്തിലൂടെ നമുക്ക് കിട്ടുന്ന എന്താണ്? സംവരണം അത് അധികാരമാണ്. ബ്യൂറോക്രസിയിലേക്ക്, ഭരണനിർവഹണത്തിലേക്ക് നമുക്കും കൂടെ പ്രാതിനിധ്യം കിട്ടുന്ന ഒന്നാണ് ഈ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15-ഉം അതേപോലെ 15(4) 16(4)മാണ്. അത് തന്നെ വലിയ പോരാട്ടങ്ങളിലൂടെ ബാബാ സാഹേബ് അംബേദ്കർ നേടിയതാണ്. പക്ഷെ ഇനിയുള്ള കാലത്ത് ജോലി നമുക്കുണ്ടാവുകയില്ല. സംവരണം ഇപ്പോൾ ഉണ്ടോ? 1950 ഭരണഘടന വന്നപ്പോഴുള്ള സംവരണം അതേ അളവിൽ ഇപ്പോഴുണ്ടോ? നിങ്ങൾ ആലോചിക്കണം. ഇപ്പോൾ പ്രൈവറ്റ് 90-ക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് പ്രൈവറ്റൈസേഷനാണ്, സ്വകാര്യവൽക്കരണം, പൊതുമേഖല ഇല്ലാതായി, സ്വകാര്യ മേഖല വളർന്നു. അപ്പോഴോ സർക്കാരിൻ്റെ കീഴിൽ ഇപ്പോൾ ജോലിയില്ല. ഇപ്പോൾ ജോലിയുള്ളത് 90% സ്വകാര്യ മേഖലയില്ല. സ്വകാര്യ മേഖല സംവരണം ഉണ്ടോ? സംവരണമില്ല. അപ്പോൾ പിന്നെ നമുക്ക് എവിടെയാണ് ജോലി? സർക്കാരിൻ്റെ കീഴിലെ ജോലി. അത് നമുക്ക് കിട്ടാമെന്ന് വിചാരിച്ചാൽ സർക്കാരിൻ്റെ കീഴിൽ ജോലിയുണ്ടോ? പോസ്റ്റുകൾ കുറവാണ്. സർക്കാരിൻ്റെ കീഴിൽ പോസ്റ്റുകൾ കുറവാണ്. അതിൽ പോലും ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് തുടങ്ങി ഉയർന്ന ജോലികളിൽ നമ്മളില്ല. നമ്മളുള്ളത് 4th ക്ലാസ്സിലും പിന്നെ കുറച്ച് 3rd ക്ലാസ്സിലുമാണ്. അവിടെയും ഒരു പക്ഷേ നമുക്കുള്ള ജോലി തടയാനാണ് പുതിയ വിധി സുപ്രീം കോടതിയിൽ നിന്ന് വന്നത് കഴിഞ്ഞ വർഷം. ക്രീമി ലെയർ, അല്പം വരുമാനം കിട്ടിയ മക്കളെ പഠിപ്പിച്ച, മക്കളെ ഏതെങ്കിലും തരത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കാൻ അല്ലെ അയക്കാൻ ത്രാണിയുള്ളവരെ സംവരണത്തിൽ നിന്ന് വെട്ടിക്കളയുക. ഇപ്പോൾ ഇച്ചിരി വിദ്യാഭ്യാസം കിട്ടി മക്കളെ പഠിപ്പിക്കുന്നവന് സംവരണമില്ല, അവൻ്റെ മക്കൾക്ക് നാളെ അഡ്മിഷൻ കിട്ടത്തില്ല. അപ്പോൾ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തവരും പഠിക്കാത്തവരുമായിട്ടുള്ളവർക്ക് വേണമെങ്കിൽ പഠിച്ചോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആരും പഠിക്കണ്ട എന്നതാണ്. അതാണ് ക്രീമി ലെയർ എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ ഇച്ചിരി വിജ്ഞാനം കിട്ടിയ, അറിവ് കിട്ടിയവൻ്റെ തല വെട്ടിക്കളയുക, ക്രീമിനെ വെട്ടിക്കളയുക. ആർ ശങ്കറിനെ വെട്ടിക്കളഞ്ഞാൽ SNDP ഉണ്ടാവത്തില്ല. ആർ ശങ്കറും ഡോക്ടർ പൽപ്പുവും ഇല്ലേ, കുമാരനാശാനും CB കുഞ്ഞിരാമനും ഒക്കെ അടങ്ങുന്ന വിദ്യാഭ്യാസവും വെളിച്ചമുള്ളൊരു തലമുറ മുമ്പിൽ നിന്നു. അവരവരുടെ ജനത്തെ കൈപിടിച്ചു കൊണ്ടുവന്നു. അതാണ് ഈഴവരുടെ പുരോഗതി എന്ന് പറയുന്നത്. ഈ സഭകളിലെ ബിഷപ്പുമാരുടെയൊക്കെ തലയങ്ങ് വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഒരു വിശ്വാസികൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ദളിതരിൽ നിന്നും അല്പം വെളിച്ചം കിട്ടിയ, വിദ്യാഭ്യാസം കിട്ടിയ ആ സമൂഹത്തെ ഏറ്റെടുക്കേണ്ട അംബേദ്കർ ക്രീമി ലെയർ അല്ലേ? അയ്യങ്കാളി അതല്ലേ? അപ്പൊ നമ്മളൊക്കെ കൂടുതൽ അറിവ് കിട്ടിയവർ ഇല്ലേ? അയ്യങ്കാളിക്ക് ഭൂസ്വത്തുണ്ടായിരുന്നു, ബാബാ സാഹേബ് അംബേദ്കർ ഇത്രയും വിദ്യാഭ്യാസം കിട്ടി. അപ്പൊ അങ്ങനെയുള്ളവരെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ഈ ജനത്തെ ഇരുട്ടിത്തള്ളുക എന്നാണ് ക്രീമി ലെയർ വാദം. പിന്നെ ഉപസംവരണം എന്താ? പുലേനും പറയനും കുറവനെന്നുള്ള വേർതിരിവ് മാറിയിട്ട് ഇന്ത്യയിലെ ദളിതരെല്ലാം ഒന്നാണെന്നാണ് അംബേദ്കർ പഠിപ്പിച്ചത്. കേരളത്തിലെ ദളിതരെല്ലാം ഒരു ജനമാണ്, സാരജനമാണെന്ന് അയ്യങ്കാളി പഠിപ്പിച്ചത്. ഈ ഒരുമ തകർത്തിട്ടാണ് ഇപ്പോൾ ഓരോ ജാതിക്കാർക്കും പ്രത്യേകം സംവരണം എന്ന് പറയുന്ന ക്രീമി ലെയർ വരുന്നത്. എന്താ അവസ്ഥ? ക്രീമി ലെയർ വന്നാൽ, അല്ല ഉപസംവരണം വന്നാൽ നമ്മുടെ ഐക്യം തകരും. പിന്നെ പുലേന് വേണ്ടിയും പറയന് വേണ്ടിയും പോകും.
നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ഐക്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം പിടിച്ചു വാങ്ങേണ്ടത്, ഈ ജനാധിപത്യം സംരക്ഷിക്കേണ്ടത്. ആ ഐക്യം തകർക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് എക്കണോമിക് റിസർവേഷൻ എന്താണ്? മുന്നോക്കക്കാരിലെ ദരിദ്രർക്കേ പരിഹാരമുള്ളൂ. ഏറ്റവും അധികം ദരിദ്രമുള്ളത് ആർക്കിടയിലാണ്? ദരിദ്രർക്കിടയിലല്ലേ, ആദിവാസികൾക്കിടയിലല്ലേ. പക്ഷെ നമ്മുടെ ദാരിദ്ര്യത്തിന് പരിഹാരമില്ല. പകരം നായരുടെ ദാരിദ്ര്യം, ബ്രാഹ്മണന്റെ ദാരിദ്ര്യം, അവരുടെ മക്കൾക്ക് 8 ലക്ഷം രൂപ ഉണ്ടെങ്കിലും സവർണൻ ദരിദ്രനാണ്. പക്ഷെ പട്ടികജാതിക്കാരൻ 2.5 ലക്ഷം കഴിഞ്ഞാൽ അവൻ സമ്പന്നനാണ്, അവന് സംവരണമില്ല. നമുക്ക് പറയുന്നത് ഇപ്പം ഈ ഗ്രാൻറ്റിന്റെ കാര്യം ഞാൻ പറയുന്നത്, ഈ ഗ്രാൻറ്റ് കിട്ടണമെങ്കിൽ ദരിദ്രരാണ് നിർണ്ണയിക്കുന്ന അളവ് എത്ര? 2.5 ലക്ഷം. അതിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക്, ആ കുടുംബത്തിന് ആനുകൂല്യം കിട്ടത്തില്ല. നേരെ മറിച്ച് ഒരു നായർക്കോ 8 ലക്ഷം വരുമാനം ഉണ്ടെങ്കിലും അവന്റെ മക്കൾക്ക് അഡ്മിഷനും കിട്ടും, ആനുകൂല്യം കിട്ടും. അപ്പൊ ദാരിദ്ര്യത്തിന് പോലും സവർണന് ഇളവുകൾ കൂടുതലാണ്, നമുക്ക് ആ ഇളവുകളില്ല. EWS എന്ന് പറയുന്നത് അത് സംവരണത്തിനെതിരാണ്. ഭരണഘടന പറയുന്നത് ദാരിദ്ര്യമല്ല സംവരണം, അധികാരമാണ്. അത് സാമ്പത്തിക അവസ്ഥ നോക്കിയല്ല, സാമൂഹിക അവസ്ഥ നോക്കിയാണ്. പക്ഷെ അതെല്ലാം മാറ്റിമറിക്കുകയാണ്. അതുകൊണ്ട് സംവരണത്തെ അട്ടിമറിക്കുന്നു, സാമുദായിക സംവരണത്തെ ഇല്ലാതാക്കുന്നു, സാമ്പത്തിക സംവരണം കൊണ്ടുവരുന്നു, നമുക്കിടയിൽ വിഭജനം ഉണ്ടാക്കുന്നു, നമുക്കെതിരെയുള്ള ജാതി ലഹളകൾ ഈ രാജ്യത്ത് വർദ്ധിക്കുന്നു. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയുടെ മുകളിൽ പോലും ഇരിക്കുന്ന ഒരു പട്ടികജാതിക്കാരൻ BR ഗവായിയുടെ നേരെ ചെരുപ്പ് വലിച്ചെറിയാൻ മടിക്കാത്ത വക്കീലന്മാരുള്ളൊരു സുപ്രീം കോടതിയാണ്. ഒരു നടപടി ഉണ്ടായില്ലല്ലോ. നേരെ മറിച്ച് TN വേറെ ഏതെങ്കിലും ബ്രാഹ്മണന് നേരെയാണ് ഈ ചെരുപ്പ് വലിച്ചെറിഞ്ഞതെങ്കിലോ എന്താകുമായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ? ദളിതനായതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ഇതാണ് അവസ്ഥ. പിന്നെ ഇവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതേപോലെ ഈ രാജ്യത്തെ ED എന്നൊക്കെ ഇതുപോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം ഇന്ന് RSSന്റെ കാര്യാലയങ്ങളായി. ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കമ്മീഷനെ പോലും RSS എന്ന് ചങ്ങലക്കിട്ടിരിക്കുന്നു. നമ്മുടെ വോട്ടവകാശമാണ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ അധികാരം. നാളെ ഒരു പക്ഷേ ഈ ഫാസിസത്തിൽ നിന്ന്, ബ്രാഹ്മണ മേൽക്കോയ്മയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാനും ഈ രാജ്യത്തെ ദളിത പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളെ മോചിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരേ ഒരു സാധ്യത നമ്മുടെ വോട്ടവകാശമായിരുന്നു, വോട്ടിംഗ് പവർ ആയിരുന്നുവെങ്കിൽ ആ വോട്ടവകാശം ഇന്ന് നിഷേധിക്കാൻ വേണ്ടിയുള്ള പുതിയ സംവിധാനങ്ങളുടെ പേരാണ് SIR എന്നൊക്കെ പറയുന്നത്. വോട്ടർ വെരിഫിക്കേഷനില്ലേ, ക്വിക്ക് വെരിഫിക്കേഷൻ പ്രോസസ്. ഞാൻ സംഭവിക്കുന്നത് എന്താണ്? ആരെ വേണമെങ്കിലും വെട്ടിക്കളയാം. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവൻ വോട്ട് ചെയ്യാം. ഒരു വീട്ടിൽ 100 കണക്കിന് ആൾക്കാർക്ക് ഒരേ അഡ്രസ്സ് വെച്ച് വോട്ട് ചെയ്യാം. ഫോട്ടോ ഇല്ലാതെ വോട്ടറാകാം, അഡ്രസ് ഇല്ലാതെ വോട്ടറാകാം. ഇങ്ങനെ ഇലക്ട്രൽ സംവിധാനങ്ങളെ ആകെ ഇന്ന് ഇവിടെ തടം മറിക്കുകയാണ്. ഒരു ജനാധിപത്യത്തിൽ എന്നെ ആര് ഭരിക്കണം തീരുമാനിക്കാനുള്ള പൗരന്റെ ഏറ്റവും വലിയ അവകാശം വോട്ടവകാശം. ആ വോട്ടവകാശം പോലും ഇന്ന് നഷ്ടപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ ഡെമോക്രസിക്കകത്ത് ഇനി എന്ത് സാധ്യതയാണ് നമുക്കുള്ളതെന്ന് ആലോചിക്കണം. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ കേരളത്തിൽ നിങ്ങൾക്കറിയാം ഇപ്പൊ എന്താ, പട്ടികജാതിക്കാരന്റെ പ്രശ്നങ്ങൾ, ഈ 500 കോടി രൂപയാണ് കേരളത്തിലെ SC/ST ഡെവലപ്മെന്റിന്റെ ഫണ്ട് ഈ പിണറായി സർക്കാർ വെട്ടിക്കുറച്ചത്. ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? പട്ടികജാതിക്കാർക്ക് ഇപ്പോൾ ഒരു മന്ത്രിയില്ല. SC മന്ത്രി ഉണ്ടോ? SCക്ക് മന്ത്രിയില്ല. കേരളം എങ്ങോട്ടാ പോകുന്നത്? പട്ടികജാതിക്കാരന് മന്ത്രി, നായന്മാർക്കോ? ക്യാബിനറ്റ് പദവികൾ നോക്കൂ, 8-9 ക്യാബിനറ്റ് പദവികളാണ് നായന്മാർക്ക് മാത്രമുള്ളത്. ജനസംഖ്യയിൽ 8% ഉള്ളൂ. നേരെ മറിച്ച് 10% അടുത്തുള്ള നമുക്ക് ഒരു മന്ത്രി പോലും ഇല്ല. മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ ഒരു പട്ടികജാതിക്കാരന് കേരളത്തിൽ? ഒരു പട്ടികജാതിക്കാരൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണമെങ്കിൽ എന്താണ് കുഞ്ഞാമൻ സാർ പറഞ്ഞത്? മൂട്ടയായി ജനിക്കണമെന്നാണ് മുഖ്യമന്ത്രി കസേരയിൽ കയറി ഇരിക്കണമെങ്കിൽ. ഇതാണ് അവസ്ഥ. നേരെ മറിച്ച് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആയില്ലേ, മറ്റ് പല സ്റ്റേറ്റുകളിലും മുഖ്യമന്ത്രി ആയില്ലേ, കേരളത്തിലാകാൻ പറ്റുമോ? അപ്പോൾ വളരെ ഭീകരമായ ജാതി അസമത്വം ഇവിടെ കേരളത്തിലുണ്ട്. ഭൂപരിഷ്കരണത്തെ അട്ടിമറിച്ചു. ചങ്ങരയിലും അരിപ്പയിലും ഒക്കെ സമരം ചെയ്യുമ്പോഴാണ് കേരള സർക്കാരിന്റെ അതിദരിദ്ര വിമുക്ത പ്രഖ്യാപനം വന്നത്. എന്താണ് ദരിദ്രരില്ല എന്ന് ഈ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനം? അതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, ഇതിനോടകം പത്രങ്ങളിൽ വന്നു കഴിഞ്ഞു. ഇവിടെ 2 നേരം ആഹാരം കഴിക്കാൻ അതാണോ വലിയ പ്രശ്നം? ഈ ലോകത്ത് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായ ഒരു കാലത്ത്, ഇത്രയും പരിവർത്തനം ഉണ്ടായ ഒരു കാലത്ത് ഒരു ഭരണകൂടത്തിന് ഉത്തരവാദിത്വം എന്താ? കേരളത്തിലെ ഇതര സമൂഹങ്ങൾക്കൊപ്പം സ്വന്തമായ ഭൂമിയുടെ ഉടമസ്ഥതയിലേക്ക് ദളിതരെ കൊണ്ടുവന്നോ? അത്തരൊരു വികസനം യാഥാർത്ഥ്യമാക്കിയോ എന്ന ചോദ്യം, അതിനെ ഉത്തരം പറയണ്ടേ? 2 നേരം ആഹാരം കഴിക്കാൻ കഴിയാത്തവർക്ക് DYFIക്കാർ ചോറ് പൊതി കൊടുത്തോ എന്നതാണോ ചോദിക്കേണ്ട വലിയ ഉത്തരം? ഞങ്ങൾ ചോറ് പൊതി കൊടുത്തു, ദാരിദ്ര്യം പോയി. ഞങ്ങളെ പഞ്ചായത്തിലെ ആൾക്കാരെ പറഞ്ഞു വിട്ടു. വീട്ടിൽ ചെന്നപ്പോൾ ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് സൗജന്യമായിട്ട് പാരാസെറ്റമോൾ കൊടുത്തു, അവരുടെ ദാരിദ്ര്യം അങ്ങ് പോയി. എന്താണ് ഈ ദാരിദ്ര്യം? നിർവചിക്കണ്ടേ? കേരളത്തിലെ മറ്റ് ജാതികൾക്കൊപ്പം സ്വന്തമായി കൃഷിഭൂമി ദളിതർക്കുണ്ടോ? പുലയനും പറയനും കുറവനും ഭൂമിയുണ്ടോ?
അവന് കൃഷിഭൂമിയുണ്ടോ? അന്തസ്സായി ജീവിക്കാൻ വീടുണ്ടോ? വീട് വെക്കാൻ സ്വന്തമായ ഭൂമിയുണ്ടോ? ഫ്ലാറ്റുകളല്ലേ ഇപ്പോൾ, ലൈഫ് പ്രോജക്റ്റാ. കാരണം സ്വന്തമായ ഭൂമി കിട്ടണ്ട മണ്ണിൽ പണിയെടുത്തവന് ഭൂമിയുടെ ഉടമസ്ഥത കൊടുക്കുന്നതിന് പകരം നമ്മളെ ഭൂമിയിൽ നിന്ന് മാറ്റി കോൺക്രീറ്റ് കാടുകൾക്കകത്ത് കൊണ്ട് തിളക്കിയാണ് ഈ പക്ഷികളെ പോലെ. അപ്പൊ മണ്ണിൽ നമ്മൾ അന്യവൽക്കരിക്കുന്നു. സ്വന്തമായി പറയാൻ ഭൂമിയില്ല. ഭൂമിയുള്ളവനാണ് ഇവിടെ അധികാരം കിട്ടിയത്, ഭൂമിയുള്ളവനാണ് ഇവിടെ വിഭവം കിട്ടിയത്. ദളിതന് ഭൂമി കൊടുക്കാനുള്ള ഭൂപരിഷ്കരണ നിയമത്തെ അട്ടിമറിച്ചവരാണ് ഇപ്പോൾ ഫ്ലാറ്റിൽ കൊണ്ട് കയറ്റുന്നത്. പട്ടികജാതിക്കാർ 50,000 കോളനികളിലാ കേരളത്തിലെ SC ST കോളനികൾ. അപ്പോ വികസനം എന്ന് പറഞ്ഞാൽ എന്താ? അമേരിക്കക്ക് തുല്യമാണെന്നാ പറയുന്നത്. എന്താ അമേരിക്കക്ക് തുല്യം? സ്വന്തമായ വികസനത്തിന് ഭൂമിയില്ലാത്ത, കോളേജുകളില്ലാത്ത, വിഭവങ്ങളില്ലാത്ത, ജീവിക്കാൻ മൂലധനമില്ലാത്ത ഒരു സമൂഹത്തിന്റെ ഇടയിൽ നിന്നിട്ട് പറയുകയാണ് അതിദരിദ്രരെ ഞങ്ങൾ തുടച്ചു മാറ്റി. അപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇത്രയും കാലമൊക്കെ മാറിയ കാലത്ത് ഒരു രാജാവ് പറയുകയാണ് ഞങ്ങൾ സൗജന്യമായി കൗബീനം വിതരണം ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടുന്നൊക്കെ സമൂഹം പോയില്ലേ? അല്ലെ മെതിയടികൾ വിതരണം ചെയ്തു എന്നൊക്കെ. അങ്ങനെ അത് ഒരു ഉത്തരവാദിത്തപ്പെട്ടൊരു ഭരണകൂടം 19 വർഷക്കാലം ഭരിച്ചപ്പോൾ ഇങ്ങനെയുള്ള സമൂഹം ഉണ്ട് എന്ന് പറയാൻ പോലും ലജ്ജ തോന്നേണ്ട രീതിയിലേക്ക് മാറ്റം നടന്നു കഴിയണ്ടേ? അതാണോ പറയേണ്ടത്? അപ്പൊ ഇത് പറയുന്നത് എന്താണ്? പരിഹാസമാണ്. ഇപ്പോഴും ഇങ്ങനെയുള്ള സമൂഹം അമേരിക്കയുടെ എത്രത്തോളം നിലവാരത്തിൽ വികസന സൂചകങ്ങൾ വെച്ചുകൊണ്ട് ആരോഗ്യത്തിൽ, വിദ്യാഭ്യാസത്തിൽ, സാക്ഷരതയിൽ മുന്നിലാണെന്ന് പറയുമ്പോൾ അതേ നാക്കുകൊണ്ട് അതിദരിദ്രരെ മാറ്റി എന്ന് പറയുമ്പോൾ, അതിദരിദ്രർ എന്ന് പറയുന്നൊരു കാറ്റഗറിയാണോ ഇവിടെ സാമ്പത്തികമായ തുല്യതയിലേക്ക്, വികസനത്തിലേക്ക് വരുന്നു ജനത്തെ മാറ്റേണ്ടത്? അതിനകത്തൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്, അത് വേറെ കാര്യം. പുറത്തൊക്കെ വന്നു കഴിഞ്ഞു. ഇപ്പോഴും റേഷൻ അന്ത്യോദയ പദ്ധതി പ്രകാരം 5,92,000 റേഷൻ കാർഡുകൾ വെച്ച് അരിമേടിച്ച് കഴിയുന്ന ആൾക്കാരുള്ള നാട്ടിലാണ് പറഞ്ഞത്. 64,000 പേരേ ഉള്ളൂ. അവരെ കണ്ടെത്തി, അത് ഞങ്ങൾ പരിഹരിച്ചു. ഇപ്പം ആരുമില്ല. അപ്പം ഈ രീതിയിൽ ഭരണകൂടം കോർപ്പറേറ്റുകളുമായി സന്ധി ചെയ്യുന്നു. കേരളം അടക്കം അദാനിമാർക്ക് തീരെഴുതി കൊടുക്കുന്നു. കേരളത്തിലെ ആദിവാസികളെയും ദളിതുകളെയും പൂർണ്ണമായി എല്ലാ മണ്ഡലങ്ങളിൽ നിന്ന് കൈയൊഴിയുന്നു. പാർട്ടികളിൽ പോലും അവരില്ല. പാർട്ടിയിലുള്ളവരെയൊക്കെ പറഞ്ഞ് ഡൽഹിയിലോട്ടൊക്കെ അങ്ങ് അയച്ചു. ഇവിടെ അങ്ങനെയാണ്. രാധാകൃഷ്ണന്റെ അവസ്ഥ എന്താ? KPCC-യിൽ പട്ടികജാതിക്കാരുണ്ടോ പ്രസിഡന്റ് സ്ഥാനത്ത്? CPM-ന്റെ ഒരു പാർട്ടി സെക്രട്ടറി ആകാൻ ഒരു ദളിതന് കഴിയുമോ? DCC സെക്രട്ടറിമാരാകാൻ കോൺഗ്രസിൽ, DCC പ്രസിഡന്റുമാർ, അധ്യക്ഷന്മാരാകാൻ, CPM-ൽ ഡിസ്ട്രിക്ട് സെക്രട്ടറിമാരാകാൻ എവിടെയാണ് മാറ്റം? എല്ലാ മണ്ഡലങ്ങളിലും ഈ അനീതിയും അസമത്വവുമാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത്. അതുകൊണ്ട് പരിഹാരം എന്താണ്? പരിഹാരം എന്ന് പറയുന്നത് ദളിതർ സംഘടിച്ച് അംബേദ്കർ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക എന്നതാണ്. അതിനും ഒരുപാട് തടസ്സങ്ങൾ നമുക്കിടയിലുണ്ട്. പക്ഷേ ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ അംബേദ്കറുടെ ജീവിതത്തെ മാത്രമല്ല, അംബേദ്കറുടെ സോഷ്യോ എക്കണോമിക് തോട്ട്സിനെയും അംബേദ്കർ ഫിലോസഫിയെയും പഠിച്ച് അത് പുതിയ തലമുറയെ പഠിപ്പിച്ചെടുത്ത് ഒരു രാഷ്ട്രീയ ശക്തിയായി ഇന്ത്യയിൽ ദളിതർ മാറേണ്ടതുണ്ട്. അങ്ങനെ മാറിയെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ അധികാരത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ.